നമസ്കാരം. എന്ത് വിശേഷണങ്ങൾ പറഞ്ഞാലും മതിവരാത്ത പ്രതിഭ. അതുകൊണ്ട് തന്നെ ഒറ്റവാക്കിൽ പറയാം, മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗം. സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസ്. അദ്ദേഹം പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ചിട്ട് 60 വർഷം പൂർത്തിയാവുകയാണ്. അദ്ദേഹവും നമ്മുടെ ജീവിതവും എങ്ങനെ ഇഴപിരിഞ്ഞ് കിടക്കുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയിട്ടുള്ള പാട്ടുകളുടെ വരികളുമായി ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രതിഭയാണ് നമുക്കൊപ്പം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാർ. സാർ സ്വാഗതം. നമസ്കാരം. യേശുദാസിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ മലയാളിക്ക് അത് മാറ്റി നിർത്തിയിട്ടൊരു ജീവിതം തന്നെയില്ല. അത് മലയാളി എവിടെയായാലും, കേരളത്തിലായാലും അമേരിക്കയിലായാലും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഇപ്പോഴും സിനിമ ഏതെന്ന് പോലും അറിയാതെ, അല്ലെങ്കിൽ കാലം ഏതെന്ന് പോലും അറിയാതെ ഇപ്പോഴത്തെ തലമുറയിൽ മൂളുന്ന പാട്ടുകൾ പലതെടുത്താലും അതിൽ ഭൂരിഭാഗത്തിൻ്റെയും വരികൾ അങ്ങയുടെ തൂലികയിൽ നിന്ന് വന്നതാണ്. എങ്ങനെയാണ് സാക്ഷാൽ യേശുദാസും അങ്ങയും തമ്മിലുള്ള ഈ ഈണവും അല്ലെങ്കിൽ സ്വരവും വരികളും തമ്മിലുള്ള ഈ ഇടപിരിയാത്തൊരു ബന്ധം അങ്ങ് ആദ്യം ഓർത്തെടുക്കുന്നത്? യേശുദാസിനെ ഗാനഗന്ധർവൻ ഞാൻ ആദ്യമായിട്ട് വിളിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. കാരണം ശാന്തമമ്പരം നിരാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ രോമന്ധം മമസ്വാന്തം എന്ന വരികൾ പോലും ദക്ഷിണാമസ്വാമി നല്ല പട്ടുപോലെ മൃദുവാക്കി യേശുദാസ് അതിനേക്കാൾ മനോഹരമായ ശബ്ദത്തിൽ അത് ആലപിച്ചു. അപ്പോഴേ അത് ഈ ഗാനഗന്ധർവൻ എന്ന് യേശുദാസിനെ ആദ്യമായി വിളിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ മഹാകവികൾ ശരിക്കും ഋഷികളാണ്. അപ്പോൾ ആ വിളി, ആ പേര് സാർത്ഥകമായി. അപ്പോൾ നമുക്കൊരു ഗാനഗന്ധർവനേ ഉള്ളൂ, ഒരു യേശുദാസ്. അതിനു മുമ്പ് നമുക്ക് ഗാനഗന്ധർവൻ ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല, ഒരിക്കലില്ല, യാതൊരു സംശയമില്ല. അത് യേശുദാസിനോടുള്ള സൗഹൃദം കൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇത് സംസാരിക്കുമ്പോൾ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ യേശുദാസിൻ്റെ ആരാധകൻ മാത്രമാണ്, ഗാനയേശുദാസല്ല. പിന്നെ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം, യേശുദാസിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടുകൾ മലയാളത്തിൽ എഴുതിയത് ഞാനാണ്. ഇത് 501 പാട്ടുകൾ യേശുദാസിൻ്റേത്. ഞാൻ എഴുതി 501 പാട്ടുകൾ യേശുദാസ് പാടിക്കഴിഞ്ഞു. വയലാർ രാമവർമ്മ എഴുതിയ 444 പാട്ടുകൾ, ഭാസ്കർ മാസ്റ്റർ എഴുതിയ 415 പാട്ടുകൾ. അപ്പം ഞാൻ ജൂനിയർ ആയതുകൊണ്ട് എപ്പോഴും എന്നെ ജൂനിയറായിട്ട് ആളുകൾ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇത് സത്യമാണ്. ഇത് മാതൃഭൂമിയാണ് പുറത്തുവിട്ട ആദ്യം. മാതൃഭൂമിയുടെ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ എന്ന മാസികയിൽ അവർ ഗൂഗിളൊക്കെ അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ച് ഈ കണക്കുകൾ അവരാണ് പ്രസിദ്ധപ്പെടുത്തിയത്. അപ്പോൾ എന്നാൽ ഇതൊന്നുമല്ല ഞാനും യേശുവായിട്ടുള്ള ബന്ധം. ഞങ്ങൾ സമപ്രായക്കാരാണ്. 1940 ജനുവരി 10 യേശു ജനിച്ചു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 16 ഞാൻ ജനിച്ചു. അത് യേശുദാസ് 65 ദിവസം മുമ്പേ വന്നു. അപ്പോൾ യേശു സാധാരണ പറയാനുള്ളത്, എനിക്ക് പാട്ട് എഴുതാൻ വേണ്ടിയാണ് തന്നെ ദൈവം എൻ്റെ പുറകെ അയച്ചത്, തൊട്ട് പുറകെ അയച്ചതെന്ന് പറയും. അപ്പോൾ അത് സത്യമാണെന്ന് എനിക്കും തോന്നാറുണ്ട്. യേശുദാസിന് വളരെ നിഷ്പ്രയാസമായി കിട്ടിയ ഒരു സ്ഥാനമല്ല ഈ ഗാനഗന്ധർവൻ എന്ന സ്ഥാനം. അത് പലർക്കും അറിയില്ല. പെട്ടെന്നങ്ങ് വന്ന് വിജയിച്ച ഒരാളല്ല യേശുദാസ്. യേശുദാസ് വളരെ പ്രയാസപ്പെട്ടാണ് വന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചോ സാമ്പത്തിക പ്രയാസത്തെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. സിനിമയിൽ പോലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തെലുങ്ക് ഗായകർ പാടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മലയാളത്തിൽ ഗോകുലവാലൻ എന്നൊരു പാട്ടുകാരൻ വന്നു, അദ്ദേഹം പോയി. പിന്നെ കമുക പുരുഷോത്തമൻ എന്നൊരു നല്ല മലയാളിയെ പാട്ടുകാരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും വന്ന് പാടാൻ പറ്റില്ല, കാരണം അദ്ദേഹം അധ്യാപകനാണ്, സ്വന്തം സ്കൂളാണ്, അവരുടെ സ്വന്തം സ്കൂളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ആദ്യമായി മലയാളത്തിൻ്റേതായ അതിമനോഹരമായ ഒരു ഗന്ധർവനാദം വന്നിട്ടും യേശുദാസിനെ അങ്ങനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ മലയാളികളെന്നല്ല മലയാള ചലച്ചിത്ര നിർമ്മാതാക്കൾ തയ്യാറായില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ 1966 ഞാൻ ആദ്യമായി പാട്ട് ചെയ്ത കാട്ടുമല്ലിക പുറത്തു വരുന്നത്. യേശുദാസ് 21ാമത്തെ വയസ്സ് സിനിമയിൽ വന്നു, 61. ഞാൻ 26ാമത്തെ വയസ്സിലാണ് വരുന്നത്. പക്ഷേ 25ാമത്തെ വയസ്സിൽ പാട്ട് എഴുതി. അന്ന് ഇന്നത്തെ പോലെ ക്ഷിപ്ര സാധ്യമല്ല ഫിലിം പ്രൊഡക്ഷൻ. ഒരു കൊല്ലമൊക്കെ എടുക്കും ഒരു പടം തീരാൻ. അപ്പം യഥാർത്ഥത്തിൽ ഈ കാട്ടുമല്ലിയിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്തത് 65-ലാണ്, 66-ലാണ് പടം വന്നത്. അപ്പോൾ അന്ന് ആ കാട്ടുമല്ലികയിൽ 10 പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഒരു 3 പാട്ടെങ്കിലും യേശുദാസ് പാടും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സമപ്രായക്കാരാണെങ്കിലും യേശുദാസ് 21 വയസ്സിൽ വന്നല്ലോ. അപ്പോൾ 21 യേശുദാസ് വരുമ്പോൾ ഞാൻ എഞ്ചിനീയർ പഠിക്കുക.
അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അന്ന് ഞാൻ യേശുദാസിൻ്റെ ആരാധന. കാരണം അപ്പോഴത്തെ യേശുദാസിന് ഹിറ്റുകൾ വന്നു കഴിഞ്ഞു. ഈ കണ്ണുനീർ കാണും മുത്തുമായി കാണാനെത്തിയ കതിരി കാണാ കിളിഞ്ഞാൻ, എന്നോടുത്തെ പരിഭവം തോന്നുവാൻ എന്ത് പറഞ്ഞു ഞാൻ, ആ പാട്ടൊക്കെ സൂപ്പർ ഹിറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ യേശുദാസിൻ്റെ ആരാധന. അപ്പോൾ പാട്ട് എഴുതാൻ ചാൻസ് കിട്ടുമ്പോൾ തന്നെ എൻ്റെ ആദ്യത്തെ പ്രതീക്ഷ യേശുദാസിൻ്റെ ശബ്ദത്തിൽ എൻ്റെ വരികൾ വരും എന്നുള്ളതാണ്. പക്ഷേ ഈ 10 പാട്ടുകളിൽ ഒരു പാട്ടാണ് യേശുദാസിന് കൊടുത്തത്, MS ബാബുരാജ്. അപ്പോൾ MS ബാബുരാജ് താമസത്തിൻ്റെ വരുവാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അത് മനസ്സിലാക്കണം. സൂപ്പർ ഹിറ്റുകൾ യേശുദാസ് പാടിക്കഴിഞ്ഞു. എന്നിട്ട് പോലും ഈ 10 പാട്ടുകളിൽ ഒരു പാട്ടാണ് യേശുദാസ്, അത് ഒരു ഡ്യുവറ്റ്. എന്തായിരിക്കും അന്നത്തെ ആ ഒരു എസ് ജാനകിയും ഒത്തുള്ള ഒരു ഡ്യുവറ്റ്, താമരത്തൊഴി താലോലമാടി താനേ തൊഴിഞ്ഞവരും പെണ്ണെ എന്നുള്ള പാട്ട്. അപ്പോൾ അതിനകത്ത് ഒരു സോളോ ഉണ്ട്, മനോഹര സോളോ. അവളുടെ കണ്ണുകൾ കരിങ്കതളിപ്പൂ, അപ്പോൾ പാട്ട് പൂക്കൾ. ആ പാട്ട് PB ശ്രീനിവാസാണ് പാടിയത്. കാരണം മാമലകൾക്കപ്പുറത്ത് മരതൊക്കെ പട്ടുകൊടുത്തൊക്കെ MS ബാബുരാജിൻ്റെ ഒരുപാട് ഹിറ്റ് പാടിയിട്ടുള്ള ആളാണ് PB ശ്രീനിവാസ്. PB ശ്രീനിവാസ് അവിടെ. അപ്പോൾ ഞാൻ നവാഗതനല്ലേ, എനിക്ക് പറയാൻ ധൈര്യമില്ല, അല്ലെ അത് യേശുദാസ് പാടണം എന്ന് പറയാൻ ധൈര്യമില്ല. പക്ഷെ അത് ഞാൻ തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാക്കിയത്. അടുത്ത വർഷം TS മുത്തയ്യ ചിത്രമേള എന്ന സിനിമ എടുത്തു. മലയാള സിനിമയിലെ ആദ്യത്തെ ആന്തോളജിയാണത്. കാരണം വ്യത്യസ്തമായ 3 സിനിമകൾ ഒരുമിച്ച് ചിത്രമേള എന്ന പേരിൽ വരുന്നത്. അപ്പോൾ പലർക്കും അറിയില്ല, അത് ആദ്യത്തെ 67 വന്നു ആന്തോളജി. ഇപ്പോൾ അത് കോമൺ ആയിട്ട് പല ഭാഷകളിലും കോമൺ ആയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ 67 അതെന്ന് പറഞ്ഞാൽ TS മുത്തയുടെ അച്ഛൻ ഒരു വലിയ പത്രപ്രവർത്തകനായിരുന്നു, CM സച്ചിത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് കുട്ടിക്കാലത്തെ ഇംഗ്ലീഷ് സിനിമകൾ ധാരാളം മുത്തയ്യ സാർ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിക്ടോറിയ DCKയുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോ ഒരു ആന്തോളജിയാണ്. എസ്റ്റർഡേ വേറെ കഥ, ടുഡേ വേറെ കഥ, ടുമാറോ വേറെ കഥ. അപ്പോൾ ഈ എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നുള്ള പടം കണ്ടിട്ട് മനസ്സിരുന്നുകൊണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടം ആന്തോളജി ആവണം എന്നത് തീരുമാനിക്കായിരുന്നു. അതിൽ ഏറ്റവും മികച്ച പടമായ മ്യൂസിക്കൽ ഞാനാണ് തിരക്കഥയും പാട്ടും എഴുതിയത്. അത് എൻ്റെ ആത്മഹത്യയായിട്ട് അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല, യേശുദാസിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ 8 പാട്ടുകളുണ്ട്. അത് 3 പടങ്ങളാണല്ലോ. അപ്പോൾ ഏറ്റവും വലിയ പടം ഇതാണ്. അപ്പോൾ 8500 അടി ദൈർഘ്യമുള്ള പടത്തിൽ 8 പാട്ടുകൾ. അപ്പോൾ 1000 അടി ഒരു പാട്ട് വരും അന്നത്തെ കാലത്ത്. അപ്പോൾ 8 പാട്ടുകൾ ഇറക്കാൻ. ഇപ്പോൾ ദേവരാജൻ മാസ്റ്ററാണ് സംഗീത സംവിധായകൻ. ഞാൻ ആദ്യമായി ദേവരാജൻ മാസ്റ്ററുമായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ 3ാമത്തെ പടം കാട്ടുമല്ലിക, പ്രിയതമ, രണ്ടും എല്ലാനിൻ്റെ പടങ്ങളായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോൾ ഞാൻ മുത്തയ്യ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഒരേ പടത്തിൽ PB ശ്രീനിവാസൻ പാടും AM രാജയും പാടും ഒരാൾക്ക് വേണ്ടി. അതെങ്ങനെ ഒരാൾക്ക് 2 ശബ്ദം വരുന്നത്? ഞാൻ ചോദിച്ചു. അത് എനിക്കൊന്ന് 26 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുത്തയ്യ സാർ ചോദിച്ചു. മുത്തയ്യ സാർ പെട്ടെന്ന് ആലോചിച്ചു, തമ്പി പറഞ്ഞത് ശരിയാണല്ലോ. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ്? ചിത്രമേളയിൽ 8 പാട്ടുണ്ട്. 8 പാട്ടും പാടുന്നത് ബാബു എന്ന തെരുവ് പാട്ടുകാരൻ, തെരുവ് ഗായകനാണ്. അത് ഈ പ്രേംനസീറാണ് ചെയ്യുന്നത്. ആ പ്രേംനസീറിന് 2 ശബ്ദം വേണം. അപ്പോൾ 8 പാട്ട് യേശുദാസ് പാടണം എന്നുള്ള എൻ്റെ സജഷനായിരുന്നു. സജഷൻ വെച്ചാൽ ഞാൻ ന്യായീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ഗായകൻ മാത്രമേ പാടുന്നുള്ളൂ, വേറെ കഥാപാത്രങ്ങൾ പാടുന്നില്ല. അപ്പോൾ ബാബു എന്ന തെരുവ് ഗായകൻ്റെ 8 പാട്ടുകളും യേശുദാസ് പാടുന്നത് നന്നായിരിക്കും. പക്ഷേ ദേവരാജ മാസ്റ്റർക്ക് അന്ന് വലിയൊരു വീക്ക്നെസ് AM രാജയോടുണ്ട്. അദ്ദേഹം ഇഷ്ടഗായകൻ AM രാജയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഭാര്യ എന്നുള്ള സിനിമയിൽ ഏറ്റവും നല്ല പാട്ടുകളാണ്. പക്ഷേ അതിൽ പെരിയാറെ പർവ്വതിനെ പരിധിരെ യേശുദാസിന് കൊടുത്തില്ല, AM രാജയ്ക്കാണ് കൊടുത്തത്. അതുപോലെ മണവാട്ടി എന്നുള്ള സിനിമയിൽ ദേവദാരു പൂത്തനാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ AM രാജ പാടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് AM രാജ, അപ്പോൾ എനിക്കറിയാം ഒരു 2-3 പാട്ടെങ്കിലും AM രാജയ്ക്ക് പോകും. ഈ ഒരാളുടെ 2 ശബ്ദം വരും. അപ്പം നമ്മൾ ഈ ആദ്യമായിട്ട് സിനിമയിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷകളും സത്യജിത്രയെ ഭാവി സത്യജിത്ര ആകാമെന്ന് വിചാരിച്ചാണല്ലോ വരുന്നത്. പിന്നെ നമ്മൾ ഇടിപ്പടം എടുക്കും, നിവർത്തിയില്ല, അത് ഗതികേടുമുണ്ട്. അതാണല്ലോ സിനിമ യാഥാർത്ഥ്യമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എൻ്റെ ഈ സജഷൻ ദേവരാജ മാസ്റ്റർ പറഞ്ഞപ്പോൾ തമ്പി തിരക്കഥ എഴുതുന്ന തമ്പി തന്നെയാണ്, പാട്ട് എഴുതുന്ന തമ്പി തന്നെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അവസരങ്ങൾ എൻ്റെ തിരക്കഥ, അവസരങ്ങളാണ് സിനിമയുടെ. അത് നഗരത്തിൻ്റെ മുഖങ്ങൾ, പെണ്ണിൻ്റെ പ്രപഞ്ചം, അവസരങ്ങൾ, 3 പടങ്ങൾ. അവസരങ്ങളാണ് വലിയ പടം. അതെൻ്റെ കഥയും തിരക്കഥയും സംഭാഷണമാണ്, പാട്ട് തന്നെയാണ്. അപ്പോൾ ദേവരാജ മാസ്റ്റർക്ക് ആദ്യം തന്നെ ഞാൻ പാട്ടിനോട് താല്പര്യമില്ലായിരുന്നു. അതിന് വയലാറിനെ വേണം നിർബന്ധമുണ്ടായിരുന്നു, സ്വാഭാവികമാണ്. അപ്പോൾ വയലാർ ദേവരാൻ ടീമിന് കത്ത് നിൽക്കുന്ന കാലമാണ്. അപ്പോൾ അദ്ദേഹം മുത്തയ്യ സാർ പറഞ്ഞു വയലാർ എഴുതിയാൽ പോരെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തയ്യ സാർ പറഞ്ഞു കഥ ആ പയ്യനെ എഴുതിയത്. അപ്പോൾ ഞാൻ 2 പാട്ട് അയാളെ കൊണ്ടും 2 പാട്ട് വയലാർ അങ്ങനെ എല്ലാവരും കൊണ്ട് എഴുതിക്കാം, ഭാസ്കർ മാഷെ കൊണ്ട് എഴുതിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ
അപ്പോൾ ഞാൻ നന്നായി എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് എല്ലാ അതിലും എഴുതി എന്ന് പറഞ്ഞു. അപ്പം മനസ്സോടെയാണ് ദേവരാമാഷ്. അന്നത്തെ ന്യൂജനാണല്ലോ അല്ലേ? അതെ, ഞാൻ യൂത്ത്. അതെ, അത് മനസ്സോടെയാണ് ദേവരാമാഷ് പാട്ട് ട്യൂൺ ചെയ്യുന്നത്. അതിന് പിന്നെ ഒരുപാട് കഥകളുണ്ട്, അത് വിട്ടേക്കാം. അപ്പോൾ 8 പാട്ടുകളും യേശുദാസിനെ കൊണ്ട് പാടിക്കാൻ നിർബന്ധിതനായി ദേവരാമാഷ്. അപ്പോൾ 8 പാട്ടുകൾ യേശുദാസ് പാടി. ആ 8 പാട്ടുകളും യേശുദാസ് പാടുന്ന ആദ്യ ചിത്രത്തിൽ പാട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ യേശുദാസിൻ്റെ ശബ്ദം 8 തരം പാട്ടുകൾ, മന്ത്രിസ്ഥായി തുടങ്ങുന്നുണ്ട്, താരസ്ഥായി തുടങ്ങുന്നുണ്ട്, ആകാശദീപമേ മേലെ തുടങ്ങുന്ന പാട്ടാണ്. ചെല്ലച്ചെറുകിളി എൻ ചിത്തിരപ്പൈങ്കിളി, ആകാശദീപമേ. അപ്പോൾ മന്ദരസ്ഥായിലും താരസ്ഥായിലും തുടങ്ങുന്ന പാട്ടുകൾ എല്ലാ പാട്ടും ഇങ്ങേർക്ക് പാടാൻ പറ്റും എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞത് ചിത്രമേളയിലൂടെ. അപ്പോൾ ഏത് തരം പാട്ടും ഏത് സ്ഥായിലും പാടാൻ കഴിയുമെന്ന പാട്ടുകാരൻ എന്നുള്ള ഒരു തിരിച്ചറിവ് കേരള ജനങ്ങൾക്ക് വന്നത് ചിത്രമേള വന്നപ്പോഴാണ്. അതിന് കാരണക്കാരൻ അതിലെനിക്ക് അഭിമാനമുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി. ചിത്രമേളയിലെ പാട്ടുകൾ കേരളം മുഴുവൻ അലയടിച്ചു. അന്നത്തെ ക്യാമ്പസിൻ്റെ ലഹരിയായിട്ട് മാറി. ആട്ടോഗ്രാഫി ഇടുന്ന വാക്കുകൾ അതൊക്കെയാണ്. നീ ഇവിടെ, നിന്നിലെവിടെ, നിന്നിൽ കാലം നട്ടുവളർത്തി നിശബ്ദമോഹങ്ങളെവിടെ. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടം, അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം അങ്ങനെ ഇപ്പോൾ 55 വർഷം കഴിഞ്ഞു. 55 വർഷം. അതല്ല, ശരിക്കും പറഞ്ഞാൽ പാട്ട് എഴുതുന്നത് 65 എന്ന് പറയുമ്പോൾ 56 കൊല്ലമായി ഞങ്ങളുടെ സൗഹൃദം. അതിന് മുമ്പേ മനസ്സുകൊണ്ട് ആരാധനയാണ്. അതെ, 60 അപ്പോൾ ഇപ്പോൾ എന്നെക്കുറിച്ച് ചലച്ചിത്ര അക്കാദമി ഒരു സിനിമ എടുത്തിട്ടുണ്ട്, ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഋതുരാഗം എന്ന് പറഞ്ഞ് അതിൽ ഏറ്റവും കൂടുതൽ എന്നെക്കുറിച്ച് സംസാരിക്കുക യേശുവാണ്. ഞാൻ യേശുദാസ് എന്നാണ്, യേശു എന്നാണ് വിളിക്കുന്നത്. ഞാൻ പരിചയപ്പെട്ട കാലം യേശു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നത് യേശുവിന് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഈ പിന്നീട് അങ്ങോട്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു നല്ല പാട്ട്, ഒരു പാടാൻ പ്രയാസമുള്ളൊരു പാട്ടാണ്, അല്ലെങ്കിൽ ഹിറ്റാകുമെന്ന് എനിക്ക് ഉറപ്പുള്ള പാട്ടാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ യേശുദാസ് പാടണമെന്ന് പറയും. അതല്ലെങ്കിൽ ജയചന്ദ്രൻ പാടണമെന്ന് പറയും. ബ്രഹ്മാനന്ദയും ചില പാട്ടുകൾക്ക് ബ്രഹ്മാനന്ദ സഹായിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദൻ പേരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാട്ടുകൾ ബ്രഹ്മാനന്ദ പാടിയ പാട്ടുകൾ പകുതി ഞാൻ എഴുതുക, ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ പകുതി ഞാൻ എഴുതുക. അപ്പോൾ അവരെയൊന്നും അവോയ്ഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ഹിറ്റുകളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ യേശുദാസ് ഹിറ്റാകാത്ത പാട്ടുകൾ കുറവാണ്, വളരെ കുറവാണ്. പിന്നെ നമ്മളിപ്പോൾ ഹൃദയം കൊണ്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. യേശുദാസിൻ്റെ അമ്മച്ചിക്ക് എൻ്റെ സ്വന്തം മകനെ പോലെയായിരുന്നു. വളരെ ഇഷ്ടമായിരുന്നു. കാരണം എന്തും എന്നോട് പറയുമായിരുന്നു. അത് മറക്കാനാവാത്ത ഒരു മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ യേശുദാസുമായിട്ടുള്ളത് എൻ്റെ അമ്മയുടെ ഷഷ്ടിബ്ദ പൂർത്തി. മാതൃഭൂമി ആഴ്ചപ്പതിൽ എൻ്റെ ആത്മകഥ തീർന്നതേ ഉള്ളൂ. അപ്പോൾ അത് വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് മക്കളെ വളർത്തിയത്. അപ്പോൾ അമ്മ എപ്പോഴും പോയി തൊഴുത് പരാതി പറയുന്ന ഒരു ക്ഷേത്രം, ഒരു ദേവി ഉണ്ടായിരുന്നു, കോളോത്ത് ഭഗവതി. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. അപ്പോൾ ആ കോളൂത്ത് ക്ഷേത്രത്തിൽ പോയി അമ്മ ഇങ്ങനെ പരിസരം മറന്ന് മറ്റാളുകൾ നിൽക്കുന്നു അറിയാതെ പൊട്ടിക്കരയും, എന്നെ രക്ഷിക്കണേന്ന്. അപ്പോൾ അമ്മയുടെ 10 വർഷം അമ്മയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ ഉണ്ടാകും. അപ്പോൾ അമ്മയുടെ ഈ കണ്ണുനീര് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആ കണ്ണുനീര് ഉറഞ്ഞുകൂടി കിടപ്പുണ്ട്. അപ്പോൾ അമ്മയുടെ ഷഷ്ഠബ്ദി പൂർത്തി വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ അന്ന് അമ്മ ആഗ്രഹിക്കുന്നതിന് മേലെയായി. അമ്മയുടെ ആഗ്രഹം ഞാനൊരു അധ്യാപനമായിട്ട് ആവണം, അതിൽ കവിഞ്ഞൊന്നും അമ്മ ആഗ്രഹിച്ചില്ല. അപ്പോൾ അമ്മയ്ക്ക് ഷഷ്ഠബ്ദ പൂർത്തിയായപ്പോഴത്തേക്ക് ഞാൻ സിനിമയിൽ നല്ല തിരക്കുള്ള എഴുത്തുകാരനായി, പാട്ട് എഴുത്തുകാരൻ, തിരക്കഥ എഴുത്തുമായി. പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മ എനിക്ക്, അതായത് അമ്മയുടെ 28ാമത്തെ വയസ്സിലെ മകനാണ് ഞാൻ. അപ്പോൾ അമ്മയ്ക്ക് 60 വയസ്സുള്ളപ്പോൾ എനിക്ക് 32 വയസ്സായി. ഞാൻ ഒരു തീരുമാനമെടുത്തു, കോളൂർ ക്ഷേത്രത്തിൽ ഒരു ഫെസ്റ്റിവൽ, അമ്മയുടെ പിറന്നാൾ 60ാം പിറന്നാൾ, അമ്മയുടെ ഷഷ്ഠബ്ദ പൂർത്തി കോളൂർ ക്ഷേത്രത്തിൽ ഒരു ഫെസ്റ്റിവലാക്കുക. അത് യേശുദാസിൻ്റെ പാട്ട് കച്ചേരിയും വി സാംബശിവൻ്റെ കഥാപ്രസംഗവും. കാരണം വി സാംബശിവൻ അന്ന് പറയുന്ന കഥകളിൽ എൻ്റെ കാക്കത്തമ്പുരാട്ടിയുണ്ട്. എൻ്റെ ആദ്യത്തെ നോവൽ, എൻ്റെ ആദ്യ നോവൽ കാക്കത്തമ്പുരാട്ടി സാമൻ കഥയാക്കി ഭയങ്കര ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. ആ കാലമാണ്. അപ്പം ഞാൻ യേശുവിനോട് ചോദിച്ചു,
എനിക്ക് എൻ്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തിയാണ് പൂർത്തിയാണ് യേശു എന്ന് പാടണം. പിന്നെ എന്താ ഞാൻ വരാം. അപ്പോൾ യേശുദാസ് ഇന്ന ടെർമിനേഷനൊന്നും ആയിട്ടില്ല. യേശുദാസിന് 32 വയസ്സേ ഉള്ളൂ, ഞങ്ങളൊരു പ്രായമല്ലേ. അപ്പോൾ ഞാൻ യേശുവിനടുത്ത് പോയി, യേശു എത്ര മേടിക്കുന്നത്? അത് അന്ന് കച്ചേരിക്ക് യേശു 10-12 വരെ മേടിക്കുന്നത്. കച്ചേരിക്ക് കുറവാണല്ലോ, ഗാനമേളയ്ക്ക് പിന്നെ കൂടും, വലിയ എമൗണ്ട് ആകും. അപ്പോൾ ഞാൻ ഒരു 3000 രൂപ യേശുദാസിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു, അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ, ബാക്കി അവിടെ തരാം. ആ യേശു ഒന്നും അറിയാതെ മേടിച്ച് അതവിടെ വെച്ചു. ഇത് അമ്മച്ചി ഉണ്ട്, യേശുദാസിൻ്റെ അമ്മച്ചി ഇത് കണ്ടു. ഞാൻ 3000 കൊടുക്കുന്നു, യേശു എടുത്ത് മാറ്റി വയ്ക്കുന്നു, അമ്മച്ചി കണ്ടു. അപ്പം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്നു. ഞാൻ ന്യായമായിട്ട് ഞാനിപ്പോഴും അങ്ങനെ ആരോപം ഇപ്പോൾ യേശുദാസല്ല ഒരു ഗായകൻ, ഞാൻ പ്രൊഡ്യൂസറായി കഴിഞ്ഞും ഒരു നടനോടോ നടിയോടോ ഗായകനോടോ ഞാൻ ശ്രീകുമാരൻ തമ്പിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ റേറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് അവരുടെ കലയ്ക്ക് കൊടുക്കുന്ന ഒരു വിലയല്ലേ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊഡ്യൂസറാണ്. അവിടെ നിങ്ങളുടെ റേറ്റ് ഏതാണ്, നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഏതാ അത് പറ, അത് ഞാൻ തരാം. അങ്ങനെയാണ്. ഒരു നടനും ഞാൻ പണം കൊടുക്കാനുമില്ല. 26 പടം പ്രൊഡ്യൂസ് ചെയ്തു, ഇതുവരെ കൊടുക്കാനില്ല. അപ്പോൾ ഞാൻ ഹരിപ്പാട്ട് വന്നു, യേശു ഹരിപ്പാട്ട് വന്നു. അപ്പോൾ ഹരിപ്പാട്ടിൽ നിന്ന് ഹോട്ടലും ലോഡ്ജും ഒന്നുമില്ല. ഹരിപ്പാട്ടുകാർക്ക് ആഘോഷമായി. അത് ഹരിപ്പാട്ടിൻ്റെ ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര ആളുകൾ, 1,00,000 ആളുകളാണ് അന്ന് ഹരിപ്പാട്ടെത്തിയത്. കാരണം ആലപ്പുഴ ജില്ല മുഴുവൻ ഇവിടെ വന്നു. അന്ന് യേശു ആ ഭാഗത്തൊന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ ഈ യേശു വന്നത്, അപ്പോൾ യേശു ആകെ താമസിക്കാൻ ദേവസ്വം ക്യാമ്പ് ഷെഡുണ്ട്. നമ്മുടെ ഹരിപ്പാട്ട് വലിയൊരു ക്ഷേത്രമുണ്ടല്ലോ, സുബ്രഹ്മണ്യ ക്ഷേത്രം. അവർ ക്യാമ്പ് ഷെഡൊക്കെ അവിടെ ഈ കമ്മീഷനൊക്കെ വന്ന് താമസിക്കുന്ന PWD റെസ്റ്റ് ഹൗസ് പോലെ. അപ്പോൾ അവിടെയാണ് യേശുദാസ് മുറി അറേഞ്ച് ചെയ്തത്. അവിടെ വന്നു. ഞാൻ യേശുദാസ് വന്നു. അവിടെ പെട്ടെന്ന് യേശു എന്നെ വിളിച്ചു, തമ്പി എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എൻ്റെ കൈ പിടിച്ചങ്ങ് മാറ്റി നിർത്തി. തമ്പി എനിക്ക് വലിയ അബദ്ധം പറ്റിപ്പോയി. എന്താ അബദ്ധം? തമ്പി അന്ന് 3000 രൂപ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു, ഞാൻ മേടിച്ചു. അത് എനിക്ക് വലിയ തെറ്റായിപ്പോയി. ഞാൻ പറഞ്ഞു, എന്ത് തെറ്റായിരുന്നത്? ഞാൻ നിങ്ങളുടെ മെഡിസിൻ തരൂ. അതല്ല, അത് അമ്മച്ചി കണ്ടു. അപ്പോൾ അമ്മച്ചി എന്നോടൊരു ചോദ്യം, എടാ എൻ്റെ 60-ാം വയസ്സിൽ പാടാൻ പൈസ മേടിക്കോടാ നീ? എൻ്റെ 60-ാം വയസ്സിൽ ഒരു പാട്ട് പാടേണ്ടി വന്നു, അപ്പോഴും നീ എൻ്റെ ഒന്നും കാശ് വാങ്ങിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട്. കാരണം അമ്മച്ചി തമ്പിയെ വേറെയായിട്ട് കാണുന്നില്ല. അമ്മച്ചിക്ക് നമ്മൾ സഹോദരന്മാരെ പോലെ. അപ്പോൾ നീ നിൻ്റെ തമ്പിയുടെ അമ്മ നിൻ്റെ അമ്മയെ പോലെ അല്ലേ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ അത്ര വളരെ വലിയൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ മനസ്സിൻ്റെ മഹത്വമാണ് യേശുദാസിൻ്റെ വളർച്ച. എൻ്റെ അമ്മയുടെ മനസ്സിൻ്റെ ഇതാണ് എൻ്റെ വളർച്ച, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശു 3000 രൂപ തിരിച്ചു തരുന്നു. ഞാൻ മേടിക്കുന്നത്, പക്ഷേ നിർബന്ധിച്ചില്ല, ഞാൻ മേടിക്കില്ല, ഒരു രൂപ പോലും മേടിക്കില്ല. തമ്പി ഒരു കാര്യം ചെയ്തു, മാവലിക്ക് കൃഷ്ണനായർക്കും ചാലക്കുടി ആനസ്വാമിക്ക് പൈസ കൊടുത്തു. അത് ഇതിൻ്റെ അമ്മയെ കണ്ടിരുന്നു, യേശുദാസിൻ്റെ അമ്മ. യേശുദാസ് അമ്മ മരിക്കുന്നവരെയും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അറിയാം, പിന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അമ്മയൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുകയില്ല. അമ്മച്ചി വളരെ വളരെ വലിയൊരു ഹൃദയമുള്ള സ്ത്രീയായിരുന്നു, വളരെ വലിയ. അത് നമ്മുടെ പൊതുവെ പാശ്ചാത്യ നാടുകളിൽ ഒരു ചൊല്ലുണ്ട്, ഈ അമ്മയെപ്പോലെ അമ്മയുടെ ഛായയുള്ള മകൻ പ്രശസ്തനാകും, അച്ഛൻ്റെ ഛായയുള്ള മകൾ പ്രശസ്തയാകും എന്നൊരു ചൊല്ലുണ്ട്. യേശുദാസ് അമ്മയെ പോലെ, അമ്മച്ചിയെ പോലെയാണ്. അക്ഷൻ ജോസഫിൻ്റെ ഛായ കുറവാണ്, യേശുദാസ് കൂടുതൽ ഛായ അമ്മച്ചിയുടെയാണ്. ഞാൻ അമ്മ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മറക്കാനാവാത്തൊരു ഓർമ്മയാണ്. അതുപോലെ ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമുള്ള ബന്ധമാണെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ യേശുദാസനോട് ഞാനുമായിട്ട് ചെറിയ വഴക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞപ്പം പെട്ടെന്ന് യേശു പറഞ്ഞൊരു കാര്യം, തമ്പി ഒരു കാര്യം മനസ്സിലായി, ഞാൻ കണ്ണാടി നോക്കി കാണുന്ന പ്രതിബിംബം തമ്പിയാണ്. അപ്പോൾ അതാണ് യേശുദാസിൻ്റെ മനസ്സ്. അപ്പം എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ ഇതല്ലേ. യേശു ഒരു വലിയ കലാകാരൻ കൂടിയാണ്, നന്നായിട്ട് വരയ്ക്കും, ഒന്നാമതൊരു പെയിൻറ്ററാണ്, ഒന്നാമത് ടെന്നീസ് കളിക്കാരനാണ്. കാരണം ഹീസ് എ ജീനിയസ്, വെറും സംഗീതത്തിൽ മാത്രമല്ല. അപ്പം അങ്ങനെ അപ്പോൾ ഈ പിണങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. ചില ദിവസം മിണ്ടായിരിക്കും, പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പേപ്പർ ഉണ്ടെത്താ ഒരു പേപ്പർ മേടിച്ച് അങ്ങനെ എഴുതിയെടുക്കും, മിണ്ടാക്കിയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ദിവസം രണ്ടുപേരും കൂടെ ഒരു കാര്യം കയറി പോയിട്ട് ഒരുമിച്ച്, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് നമ്മുടെ ഈ മൊസാമ്പി ജ്യൂസ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സങ്കടം ഐസ് ഇട്ട് കഴിക്കാൻ ഒക്കില്ലല്ലോ. അപ്പം ഞാൻ ഐസ് ഇട്ട് കഴിക്കും, അദ്ദേഹം ഐസ് ഇടാതെ കഴിക്കുമ്പം ഭയങ്കര അസൂയയുടെ എന്നെ നോക്കും. അങ്ങനെ അപ്പം ഞങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു ബന്ധമാണ്. ഏത് പിണക്കത്തിൽ നിന്നും കരകയറാൻ ഞങ്ങൾക്ക് പറ്റും.
ഇത്രയും ഇപ്പോൾ എത്രയും ബന്ധങ്ങൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ 8 പാട്ടുകൾ പാടിച്ചു, അങ്ങനെ ഒരു ബ്രേക്കും കൂടെ കൊടുത്ത ആളാണ്. ഇപ്പോൾ ഏത് പാട്ടാണെങ്കിലും യേശുദാസ് പാടുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കുമല്ലോ. എങ്കിലും ആദ്യമായിട്ട് അങ്ങനെ നമ്മളെ അങ്ങേ ഞെട്ടിച്ച ഒരു പാട്ട് ഏതായിരിക്കും അദ്ദേഹം പാടിയത്? എത്രയോ പാട്ടുകളുണ്ട്, എല്ലാം അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്രയോ പാട്ടുകളുണ്ട്. ഉദാഹരണമായിട്ട് ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, ആ പാട്ട് അത് MSVയുടെ എന്ത് ഭാവമാണ് MSV കൊടുത്തിരിക്കുന്നത്, അത് തൻ്റെതായ ഭാവമാക്കി മാറ്റി പാടാൻ യേശുദാസിന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ യേശുദാസിൻ്റെ ഏറ്റവും എത്ര പാട്ടുകളുണ്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്ത. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ ഉജ്ജരിച്ചു, ഇലഞ്ഞി പൂമണ ഒഴുകി വരുന്നു ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. വേറെ ആർക്കെങ്ങനെ അതിൻ്റെ മധുരിമ എങ്ങനെ നമ്മൾ വർണ്ണിക്കുക, നമുക്ക് പറയാൻ പറ്റില്ല. അത് അത്രമാത്രം. അതുപോലെ ദേവരാജ മാഷ പാട്ടുകൾ, കൃഷ്ണാമുസ്വാമി ഹൃദയസഹസ്ര പ്രണയപുഷ്പമേ, അതാണ് എന്നെ ശരിക്കും പറഞ്ഞ സിനിമയിൽ നിർത്തിയ പാട്ട്. ശരിക്കും എന്നെ ഇത് ശ്രീകുമാരൻ ഭീമാസ്കരനോടും വയലാറിനോടും എതിർക്കാൻ ഇവന് പറ്റുമോ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമായിരുന്നു ആ പാട്ട്. ആ പാട്ട് എഴുതുമ്പോഴേ യേശുദാസും മനസ്സിലുണ്ടായിരുന്നു. യേശുദാസ് പാട്ടൊന്നും എനിക്കറിയാം, കാരണം സ്വാമിയല്ലേ, സ്വാമി. അപ്പം യേശുദാസിൻ്റെ ഒരു പിന്നെ എത്രമാത്രം യേശുദാസിന് ശബ്ദത്തിന് ഇതുണ്ടെന്നുള്ളതും, യേശുദാസിന് കുറവുണ്ടെങ്കിൽ അതും അറിയാവുന്ന സംഗീത സംവിധാനമാണ് ദക്ഷിണാമസ്വാമി. ദക്ഷിണാമസ്വാമി പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ യേശുദാസ് ചിലപ്പോൾ നമസ്കരിക്കും. കാരണം ഈ ദക്ഷിണാമസ്വാമി ചെറിയൊരു തമാശ ഉണ്ട്. അതായത് ഇപ്പം ഒരു പാട്ട് പറഞ്ഞു കൊടുത്തിട്ട് രണ്ടാമത് പാടുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റും, പാടുന്ന ആൾ കുഴങ്ങി പോകും. അപ്പോൾ ഈ പാടുന്ന ആൾ കുഴയും. അപ്പോൾ അങ്ങനെ ഒരു 2 പ്രാവശ്യം വരുമ്പം യേശുവിന് മനസ്സിലാക്കും, യേശു അങ്ങ് നമസ്കരിക്കും, എൻ്റെ പൊന്നു സ്വാമി എന്നെ പരീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ സ്വാമിക്ക് മകനെ പോലെയാണ്, ഞങ്ങൾ രണ്ടുപേരും മക്കളെ പോലെയാണ്. അപ്പോൾ അത് വേറെ മറ്റ് അർജുന മാസ്റ്റർക്കാണെങ്കിൽ പ്രദേശനെ പോലെ ഞങ്ങളെല്ലാവരും അർജുന മാസ്റ്ററുടെ, കാരണം അർജുന മാസ്റ്ററാണ് യേശുദാസ് എന്ന മഹാപ്രതിഭയുടെ ശബ്ദം ആദ്യമായി ടേപ്പ് ചെയ്തത്. പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. കാരണം ഏതോ വെളിയിൽ നിന്ന് ഫോറിൽ നിന്ന് വന്ന ഒരാൾ ടേപ്പ് റെക്കോർഡ് സ്കൂൾ ടൈപ്പ്, അന്ന് ആദ്യം നമ്മുടെ നാട്ടിൽ അന്ന് യേശുവിന് 17-18 വയസ്സേ ഉള്ളൂ. ഈ ടേപ്പ് റെക്കോർഡർ ഉണ്ടപ്പോൾ ഏതോ ഒരു പാട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ടേപ്പ് റെക്കോർഡർ. അപ്പോൾ അന്ന് അഗസ്റ്റിൻ ജോസഫ് നടക്കാനിറങ്ങും രാവിലെ. അപ്പോൾ അർജുന മാസ്റ്റർ വീടിനടുത്താണ്, വലിയ ദൂരമില്ല. അപ്പോൾ അവിടെ റോഡിൽ നിന്ന് സംസാരിക്കും, അങ്ങനെയൊക്കെ ഒരു പരിചയം. അപ്പോൾ ഒരു അർജുന മാസ്റ്റർ ചെറുപ്പമാണ്, എന്നെക്കാട്ടി 4 വയസ്സേ കൂടുതലുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ അർജുന മാസ്റ്ററും അപ്പോൾ ഈ പെട്ടെന്ന് ആരോ പറഞ്ഞു ഈ യേശു അഗസ്റ്റിൻ ജോസഫിൻ്റെ മകൻ നന്നായി പാടും, യേശു അവനെ കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ അർജുനൊരു ഒരു ടേപ്പ്, യേശുദാസിൻ്റെ ശബ്ദം ടേപ്പിൽ കൊണ്ടിരുന്ന് അർജുന മാസ്റ്റർ. അപ്പോൾ അത് ടേപ്പ് കേട്ടപ്പോൾ നല്ല ശബ്ദം. യേശുദാസിൻ്റെ ശബ്ദത്തിന് മറ്റുള്ള ഗായകരുടെ ശബ്ദമായിട്ടൊരു വലിയ വ്യത്യാസമുള്ളത്, യേശുദാസ് സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ആളാണ്. കാരണം പല റെക്കോർഡിസ്റ്റുകളുമായി സംസാരിച്ചു. ഇപ്പം കോടീശ്വർ റാവു, അദ്ദേഹമാണ് ആദ്യമായിട്ട് യേശുദാസിൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്നുള്ളത് റെക്കോർഡ് ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ കോടീശ്വർ റാവു ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ധാരാളം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൻ എന്ന് പറഞ്ഞ് കണ്ണൻ രേവതി സ്റ്റുഡിയോയിലാണ് കണ്ണൻ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ എൻ്റെ ഏറ്റവും കൂടുതൽ പാട്ട് വേറൊരു സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ പിന്നെ പ്രസാദിൽ രാമനാഥൻ സാറ്, പിന്നെ CD വിശ്വനാഥൻ, AVMC തിയേറ്ററിലെ CD വിശ്വനാഥൻ, ഇവരൊക്കെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും പറയുന്നൊരു സത്യമുണ്ട്, അതായത് യേശുദാസിൻ്റെ ശബ്ദം ഈ നമ്മൾ ട്രാക്കിലൂടെ കയറി ഈ മിക്സറിലൂടെ ഇറങ്ങി വരുമ്പോൾ 50% മേലെയാവും. വേറൊരു ഇത് വരും, അത് ശബ്ദത്തിന് പെർഫെക്ഷൻ വരും. പക്ഷേ ഞാൻ തന്നെ മലയാളത്തിൽ കൊണ്ടുവന്ന അനേകം കാര്യം സ്റ്റേജിൽ നന്നായി പാടി, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ 4 ഗായകരെ അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിൽ, പുതിയ ഗായകരെ. നമ്മൾ ഈ 4 പാട്ടുകാർ, അവർ 4 പേരും അങ്ങനെ ടോപ്പിൽ വന്നില്ല, അവർക്കൊന്നും യേശുദാസോ ജയചന്ദ്രനാവാൻ പറ്റിയില്ല. പക്ഷേ അവരുണ്ട് ഇപ്പോഴും. പക്ഷേ അവർക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ ഈ സ്റ്റേജിൽ പാടുന്ന എഫക്റ്റ് റെക്കോർഡ് ചെയ്താൽ വരത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, യേശുദാസിനെ ദൈവം സൃഷ്ടിച്ചത് സിനിമയിൽ പാടാൻ വേണ്ടി കൂടെയാണ്. കാരണം അതായത് റെക്കോർഡിങ് ചെയ്ത് കഴിയുമ്പോൾ യേശുദാസിൻ്റെ ശബ്ദത്തിൻ്റെ കുറേ കൂടി ഒരു മെച്യൂരിറ്റി വരും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അത് പ്രകൃതി നൽകുന്നത് ആ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
അങ്ങനെയുള്ള യേശുദാസിൻ്റെ ശബ്ദം നല്ലതല്ല എന്ന് പറഞ്ഞ് തിരിച്ചാണ് തിരുവനന്തപുരത്തെ ആകാശവാണി, അതെ, അതെ. തിരുവനന്തപുരം ആകാശവാണി നിലയം. അതെ. അത് മനസ്സിലാക്കണം. അതെ. അപ്പോൾ കുശുമ്പ് എത്രമാത്രം ആകാശവാണിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഹിന്ദിയിൽ പാടിത്തുടങ്ങിയപ്പോൾ യേശുദാസ് സൂപ്പർ ഹിറ്റായി. പാട്ടുകൾ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായി. പക്ഷേ രവീന്ദ്ര ജെയിൻ കൊണ്ടുവന്നു എന്നുള്ളത് യേശുദാസിൻ്റെ ഒരു ദോഷമായിരുന്നു. കാരണം രവീന്ദ്ര ജെയിൻ ഒറ്റപ്പെട്ട ഒരു സംഗീത സംവിധാനമായിരുന്നു. ഇപ്പോൾ ലക്ഷ്മികാന്ത് പ്യാരലാൽ, കല്യാൺജി ആനന്ദ്ജി, പിന്നെ ആർ ഡി ബർമൻ, എസ് ഡി ബർമൻ, ആ ഗ്രൂപ്പുണ്ടല്ലോ, അവരിൽ നിന്ന് വിട്ടുനിന്ന ഒരാളാണ്. പിന്നെ രവീന്ദ്ര ജെയിൻ അദ്ദേഹത്തിനായിട്ടൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു, ലതാ മങ്കേഷ്കർ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ഈ അല്ലായിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മുഹമ്മദ് റാഫിയുടെ ശബ്ദമായിട്ട് യേശുദാസ് ശബ്ദം എന്താ കുറവ്? മുഹമ്മദ് റാഫിയും യേശുദാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രായ വ്യത്യാസം മാത്രം, കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ റാഫിയുടെ ശബ്ദം തന്നെയാണ് അതിന് ഈക്വലാണ് യേശുദാസിൻ്റെ ശബ്ദം, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ റാഫി ജീവിച്ച കാലഘട്ടം, സൈഗാളിൻ്റെ ഒരു പ്രത്യേക ഷിവറിങ്ങുള്ള ശബ്ദവും CH ആത്മയുടെ ശബ്ദവും പങ്കജ് മല്ലിക്കിൻ്റെ ശബ്ദമൊക്കെ കേട്ട് സൈഗാളിൻ്റെ പിന്നെ ഓഫ്കോഴ്സ് സൈഗാൾ ആ കാലഘട്ടം, സൈഗാൾ കുറച്ച് കാലം ജീവിച്ചിരുന്നുള്ളൂ. സൈഗാളിന് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഷിവറിങ്ങുള്ള ശബ്ദമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മന്ത്രസ്ഥായിയിൽ നിന്ന് താരസ്ഥായിലേക്ക് ഉയരാനും താഴാനും കഴിവുള്ള ശബ്ദം റാഫിയുടെ ആയിരുന്നു. റാഫി കഴിഞ്ഞാൽ യേശുദാസിനുള്ളൂ ഇന്ത്യൻ സിനിമയിൽ. അങ്ങനെ ഈ ശബ്ദത്തെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാനും താഴ്ത്താനും റാഫിക്ക് കഴിയുമല്ലോ. ഇപ്പോൾ ഭഗവാൻ എന്നുള്ള പാട്ട്, ദുനിയാക്കെ രഘുവാലേ എന്നുള്ള അവസാന ഭഗവാൻ എന്നുള്ള വിളിയുണ്ട്, അത് റാഫി വിളിക്കുന്ന പോലെ യേശുദാസ് വിളിക്കാൻ പറ്റും. യേശുദാസ് പാടുന്നത് പോലെ. അത് ഉദാഹരണമായിട്ട് സമാധാനമായിട്ട് ഒരു പാട്ട് പറഞ്ഞാൽ, കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ എന്ന് പറയുമ്പോൾ അക്കരയോ എന്ന് എടുക്കാൻ എനിക്കെടുക്കാൻ പറ്റില്ല. ആ അക്കരയോ എന്നുള്ള യേശുദാസ് പാടുമ്പോൾ ഈ എവിടെയാ കാറ്റടിച്ചു, അത് ദേവരാജ മാഷിയുടെ മാജിക്ക്. ദേവരാജ മാഷി പറഞ്ഞ പോലെ ഒരു അപൂർവ വ്യക്തിത്വമല്ലേ, പ്രതിഭയല്ലേ. അതേ കാറ്റടിച്ചു എന്നുള്ള തുടങ്ങി സാവധാനത്തിൽ തുടങ്ങി അക്കരയോ ഇക്കരയോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ശബ്ദം ആ താരസ്ഥായിലേക്ക് പോയിട്ട് അവിടെ ആ ശബ്ദം അങ്ങനെ നിലനിർത്താൻ യേശുദാസിന് കഴിയും. മുമ്പ് റാഫിക്ക് കഴിയുമായിരുന്നു. ഇനി ആർക്കെങ്കിലും കഴിയുമെന്നുള്ളത് അത് കണ്ടറിയണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മൊത്തത്തിൽ സിനിമയിൽ പാട്ട് കേട്ടാൽ ഇപ്പോഴത്തെ പാട്ടൊക്കെ എല്ലാം ഒരു ഹസ്കി വോയിസാണ്. അല്ല ഇങ്ങനെയുള്ള ശബ്ദം ഒന്നും പുറത്തോട്ട് വരില്ല. ഈ ഹസ്കി വോയിസല്ല ഇപ്പം ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി എന്ന് പാടുന്ന പാട്ടുകാർ ഉണ്ട്, ഇല്ലെന്ന് പറയും. ഇപ്പം മധു ബാലകൃഷ്ണൻ പാടുമായിരിക്കും, ബിജു നാരായണൻ, അങ്ങനെ 3-4 പാട്ടുകാരില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ടോപ്പിൽ പാടുന്ന പാട്ടുകാർ താരസ്ഥായിൽ തുടങ്ങാനും ഉടനീളം പാട്ട് കൊണ്ടുപോകാനും കഴിയുന്നവരില്ല. അത് യേശുദാസ് മാത്രമേ. യേശുദാസ് ഇന്നത്തെ ഏജ് ഒരു പ്രശ്നമാണ്. അത് ഇന്നത്തെ യേശുദാസ് ചിലപ്പം അതുപോലെ കുറച്ച് ടൈം എടുത്തെന്നിരിക്കും. കാരണം വെച്ചാൽ അദ്ദേഹം പ്രായമായി, ഞങ്ങൾ പ്രായം എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ 81 വയസ്സിൻ്റെ യേശുദാസിനെ അല്ല ഞാൻ പറഞ്ഞു, യേശുദാസിൻ്റെ യൗവനത്തിൽ യേശുദാസ് സ്പർശിക്കാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. ഈ അടുത്ത കാലം വരെ ഇപ്പോഴും പാടും അദ്ദേഹം. പക്ഷെ ഇപ്പോഴും തന്നെ യേശുദാസിൻ്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഞാൻ പലപ്പോഴും യേശുദാസ് പ്രസംഗിക്കുമ്പോൾ യേശുദാസിന് ധാരാളം ശത്രുക്കളുണ്ട്, ധാരാളം. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിലൂടെയൊക്കെ അദ്ദേഹത്തെ വളരെയധികം അപമാനിക്കുന്ന ഒരു സംഘം തന്നെയുണ്ട്, സംഘമുണ്ട്. എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം. അവാർഡ് വാങ്ങിയത് അതെ, അവർ പലതരത്തിൽ അദ്ദേഹമുണ്ട്. പക്ഷേ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിവില്ലായ്മയാണ്, അജ്ഞത എന്ന് പറയുന്നത്. അതായത് യേശുദാസിന് ഈ ഉയർന്ന മലകളിലെ മഞ്ഞ് വീഴുമെന്ന് പറഞ്ഞ മാതിരി ചന്ദ്രനെ കണ്ട് നായ്ക്കൾ കുരയ്ക്കുന്ന പോലെ. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രനെ കണ്ട് നായ കുരച്ചാൽ ചന്ദ്രന് വല്ല കുഴപ്പമുണ്ട്? അത് മനോഹരമായിട്ട് പ്രകാശം പരത്തിയിരിക്കാം, പൗർണമി പിന്നെയും വരും, പിന്നെ അമാവാസ വരും, പിന്നെയും തെളിയും, വളർന്നുകൊണ്ടിരിക്കും. അതല്ലേ അങ്ങനെയല്ല സത്യം. എന്താ പറഞ്ഞ മാതിരി യേശുദാസിൻ്റെ വിമർശനങ്ങൾക്ക് അതീതനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും പറയുകയല്ല. പക്ഷേ അനാവശ്യമായ വിമർശനം നടക്കുന്നുണ്ട് ഇപ്പോഴും. ഒന്ന്, പല പാട്ടുകാരും വളരാതിരുന്നത് യേശുദാസ് കാരണമാണ്. ശുദ്ധ അസംബന്ധമാണ്.
കാരണം ഞാൻ യേശുദാസിൻ്റെ കൂടെ നടന്നവനാണ്. എന്നെക്കാൾ 5 വർഷം അദ്ദേഹം സീനിയറാണ് സിനിമയിൽ. പക്ഷേ കഴിഞ്ഞ 56 കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നവരാണ്. ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു പാട്ടുകാരനെ കൊണ്ട് പാടിക്കരുന്ന് യേശുദാസ് ഒരു പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് 100% സത്യമാണ്. കാരണം എന്താ പറയുക, എനിക്ക് പറയാൻ കഴിയും, ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടറും കൂടെയാണ്. ഞാൻ വെറും പാട്ട് എഴുതാനല്ല. ഞാൻ 26 പടം പ്രൊഡ്യൂസ് ചെയ്യും, 30 പടം ഡയറക്റ്റ് ചെയ്ത ആളാണ്. ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നല്ലേ സംസാരിക്കുന്നത്. ഒരു പ്രൊഡ്യൂസറോടും യേശുദാസ് പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തിനാ ജയചന്ദ്രൻ്റെ പാട്ട്. യേശുദാസ് ഒരിക്കലും ചോദിച്ചിട്ടില്ല, ചോദിക്കില്ല. ഈ ബ്രഹ്മാനന്ദൻ്റെ മകൻ്റെ വിവാഹത്തിന്, എൻ്റെ മകളുടെ വിവാഹത്തിന് വരാത്ത യേശുദാസ്, എൻ്റെ മകളുടെ വിവാഹത്തിന് വരാത്ത യേശുദാസ് ബ്രഹ്മാനന്ദൻ്റെ മകൻ്റെ രാകേഷ് ബ്രഹ്മാനന്ദൻ്റെ വിവാഹത്തിന് വിജയ യേശുദാസിനെയും കൂട്ടി വന്നു. ആ യേശുദാസിനെ കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മാനന്ദൻ വളരാത്ത യേശുദാസ് കാരണമാണെന്ന്. എന്തർത്ഥശൂന്യമാണ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഒരു സുഹൃത്തെന്ന നിലയിൽ, യേശുദാസിൻ്റെ സുഹൃത്തെന്ന നിലയിൽ അല്ല പറയുന്നത്. മലയാള സിനിമയിൽ ഈ 26 പടം നിർമ്മിക്കുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ നിങ്ങൾ നിർമ്മാതാക്കൾ കൂട്ടിയെടുത്താലും ഞാൻ ഒന്നാം സ്ഥാനത്ത് വരും. 20 പടങ്ങൾ 25 പടങ്ങളിൽ കൂടിയെടുത്ത നിർമ്മാതാക്കളിൽ ഞാനുണ്ട്. അപ്പോൾ ഞാൻ നിർമ്മാതാവിനെ ഞാൻ പറയുന്നു, ഒരിക്കലും ഒരു നിർമ്മാതാവിനോടും ഒരു സംവിധായകനോടും അങ്ങനെ കൊണ്ട് പാടിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ പാടില്ല എന്നൊന്നും യേശുദാസ് സംസാരിച്ചത്. യേശുദാസിൻ്റെ ആവശ്യം എന്താ അതിന്? യേശുദാസ് ഒരു കാര്യം, യേശുദാസ് എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ യേശുദാസ് നല്ലപോലെ അറിയാം അയാൾ ആരാണെന്ന്. എന്നെക്കുറിച്ച് യേശുദാസ് പറയുന്നുണ്ട് അങ്ങനെ. യേശുദാസ് അറിയാം, ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിന് എവിടെ വരെ പാടാൻ പറ്റുമെന്നും എത്ര ഉയരത്തിൽ പോകാൻ പറ്റുമെന്നും എത്ര താഴെ വരെ പോകുമെന്നും അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹത്തിന് പക്ഷേ ഇങ്ങനെ ഒരു അടിച്ചു വരുത്തിയിട്ടുണ്ട് കുറേ ആൾക്കാർ. കാരണം അവസരം കേൾക്കുന്ന ചില ചില ചെറുകിട ഗായകൻ എൻ്റെ പേരിൽ അവരുടെയൊക്കെ പാട്ടേ കേട്ടിട്ടുണ്ട്. അവർക്ക് യേശു 7 വരാൻ പറ്റില്ല. യേശുദാസിനല്ല ബ്രഹ്മാനന്ദൻ 7 വരാൻ പറ്റാത്ത ഗായകര പാട്ടുകാരി പറഞ്ഞു നടക്കുന്നത് മനസ്സിലായി. പിന്നെ ദേവരാജ മാസ്റ്റർ അനേകം ഗായകരെ കൊണ്ടുവന്നു സിനിമരംഗത്ത്, അനേകം ഗായകർ. അയ്യൂർ സാശ്വൻ, നിലമ്പൂർ കാർത്തികേയൻ, ഇപ്പോൾ നമ്മൾ പാടുന്നത് ശ്രീകാന്തിന് ശരിക്കും ഒരു ശശിധരനാണ്. ആദ്യം MG രാധാകൃഷ്ണനെ കൊണ്ടുവന്നു പാടിക്കാൻ. നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് മാറ്റുവൻ ചട്ടങ്ങളെ നമ്മൾ പാട്ടൊക്കെ പാടി. ഈ 4 പേരെ ദേവരാജ മാസ്റ്റർ കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് ദേവരാജ മാസ്റ്റർക്ക് അവരെ യേശുദാസാക്കാൻ ആക്കി മാറ്റാൻ പറ്റിയില്ല? യേശുദാസല്ല, എന്തുകൊണ്ട് സാധിച്ചില്ല? ഒരു യേശുദാസേ ഉള്ളൂ കേരളത്തിൽ. എൻ്റെ ജീവിതകാലത്ത് ഒരു യേശുദാസ് ജനിച്ചിട്ടുള്ളൂ. പിന്നീട് ഇപ്പോൾ പാടുന്ന ചെറുപ്പക്കാരുടെ മുഴുവൻ പാട്ടുകൾ ഞാൻ കേട്ടു. അവർക്കൊന്നും യേശുദാസൻ സാധ്യമല്ലെന്ന് ഉറക്കെ പറയാൻ എനിക്ക് ഒരു മടിയില്ല. അവർക്ക് അത് പിണങ്ങിയാലും ശരി, സാധ്യമല്ല. സത്യമാണ്. മലയാളികൾ തിരിച്ചറിയുന്നതാണ്. മലയാളികൾ തിരിച്ചറിയും, സംശയമൊന്നുമില്ല. അത് സംഗീതം എന്താണെന്ന് അറിയാതെ തിരിച്ചറിയും. സംഗീതം എന്താണ്, രാഗങ്ങൾ എന്താണ്, ആലാപനം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ശ്രുതി എന്താണ്, അത് വളരെ പ്രധാനമാണ്. ശ്രുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പാടാൻ പറ്റുമോ? ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ട്, ശ്രുതി ശുദ്ധമാക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, യേശുദാസ് ആദ്യമായി, ഞാനും യേശുദാസും ഇതിനകത്തെ ടെക്നോളജിയിൽ ഹരിശ്രീ മുതൽ നടന്നവരാണ്. ഹരിശ്രീ തുടങ്ങി PhD എടുക്കുകയെന്ന് പറയുമല്ലോ, അതുപോലെയാണ് ഈ സംഗീത ലേഖനത്തിൻ്റെ, ശബ്ദലേഖനത്തിൻ്റെ ടെക്നോളജി. അതിൻ്റെ വളർച്ചയിലൂടെ നടന്നവരാണ് ഞാൻ യേശുദാസ് ആദ്യം മുതൽ. ഉദാഹരണമായിട്ട് യേശുദാസ് ആദ്യം പാടുമ്പോൾ ഒരു മൈക്കാണ്, അതായത് വോയിസിനും കംപ്ലീറ്റ് ഓർക്കസ്ട്രയും കൂടെ ഒരു മൈക്ക്, ഒരു ട്രാക്കേ ഉള്ളൂ, സിംഗിൾ ട്രാക്കേ ഉള്ളൂ. അത് റെക്കോർഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ കാട്ടുമല്ലിക ചിത്രമേളയ്ക്കായപ്പോൾ 2 ട്രാക്ക്, അത്രേ ഉള്ളൂ. അപ്പം ചിത്രമേളയിലെ മുഴുവൻ പാട്ടുകളും ഹൃദയസരസ്വതി പ്രണയവിഷയമൊക്കെ പാട്ടുകൾ 2 ട്രാക്ക് എടുത്തതാണ്. വെച്ചാൽ ഗായകനൊരു മൈക്ക്, ബാക്കി എല്ലാ ഓർക്കസ്ട്രയ്ക്കും കൂടെ ഒരു മൈക്ക്. അതെങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ അന്നത്തെ സൗണ്ട് എഞ്ചിനീയേഴ്സ് സ്കിൽ അറിയേണ്ടത്. അവർ ഒരു പ്രാവശ്യം പാട്ട് കേട്ടിട്ട് പോയി തബലക്കാരനെ കുറച്ച് മാറ്റിയിരുത്തും, ഫ്ലൂട്ടുകാരൻ ഇങ്ങോട്ട് മാറ്റും, മറ്റേ അത് കേൾക്കാത്ത ഒരു ശബ്ദം ഉണ്ടെങ്കിൽ അത് അയാളെ മുമ്പോട്ടിരുത്തും. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് അത് കാണുന്ന ഒരു കാഴ്ചയാണ്. എന്തൊരു സ്കില്ലായിരുന്നു അവരുടെ നിന്ന്. അവരാ ശരിക്കും എഞ്ചിനീയേഴ്സ്, സൗണ്ട് എഞ്ചിനീയേഴ്സ്. ഇന്നിപ്പോൾ 6 മാസം 6 മാസം കമ്പ്യൂട്ടറിൽ മറ്റേ കുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറായി. ഇന്നത്തെ കാലം അതാണ്. ഇപ്പം സംഗീതമല്ലോ ടെക്നോളജിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ടെക്നോളജി മുമ്പിലും സംഗീതം പുറകിലുമായിപ്പോയി. അപ്പോൾ സംഗീതം മുമ്പിലും ടെക്നോളജി മുമ്പിലും സംഗീതം പുറകിലും ആകുമ്പോഴല്ല യേശുദാസ് വരേണ്ടത്. അന്നായിരുന്നു യേശുദാസിൻ്റെ ആവശ്യം. വന്ന് യേശുദാസ് വന്നു. കാരണം ആ ശബ്ദം
ശബ്ദം കൊണ്ട് നിന്നു അദ്ദേഹം. ടെക്നോളജി സഹായം കൊണ്ട് ഒരിക്കലും യേശുദാസിന് ടെക്നോളജി നല്ലപോലെ അറിയാമെന്നുള്ള അദ്ദേഹം സ്വന്തമായി സ്റ്റുഡിയോ സ്ഥാപിച്ച ആളാണ്. സൗണ്ട് എഞ്ചിനീയർ ഇങ്ങനെ പഠിച്ച് അത് സ്വന്തം സ്റ്റുഡിയോയിൽ പഠിച്ച ആളാണ്. ഒരു എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം ഇതിനറിയാം. ഇപ്പോൾ നമ്മൾ ഇപ്പോഴിപ്പോൾ നാളെ ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് വേണമെങ്കിൽ നമുക്ക് ട്രാക്ക് എടുത്ത് അങ്ങോട്ട് അമേരിക്ക അയച്ചു കൊടുത്താൽ അതേ അടുത്ത ദിവസം പാടി ഇങ്ങോട്ട് അയച്ചു തരും. അങ്ങനെ ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടെക്നോളജിയുടെ വളർച്ചയിൽ ഇന്നിപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്പർലെസ് ട്രാക്സാണ്, എത്ര ട്രാക്ക് വേണമെങ്കിൽ ആകാം. അപ്പോൾ ഈ വളർച്ച മുഴുവനും കടന്നു വന്ന ആളാണ് യേശുദാസ്. അപ്പോൾ ഒരു ഗായകൻ എന്ന നിലയിൽ അന്നും അദ്ദേഹത്തിൻ്റെ പാട്ട് ഹിറ്റായി, ഇപ്പോഴും ഹിറ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ദർ ഈസ് ഓൺലി വൺ യേശുദാസ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ എന്നോട് പരിഭവം തോന്നുന്ന വേറെ ഗായകരുണ്ടാകും. പക്ഷേ സത്യം പറഞ്ഞല്ലേ പറ്റൂ. സത്യം പറഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സത്യക്കഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴും പാട്ട് പറഞ്ഞു കൊടുക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ പാടിക്കൊടുക്കും. ഇപ്പോഴെനിക്ക് ഓർമ്മയില്ല, കാക്കത്തമ്പുരാട്ടി അത് യേശുദാസിൻ്റെ കല്യാണ സമയം, കല്യാണത്തിന് പോവുക, കല്യാണത്തിൽ പങ്കുകൊള്ളാൻ പോവുകയാണ്, വരനായിട്ട് പോവുക, യാത്ര. അപ്പോൾ കാക്കത്തമ്പുരാട്ടി എന്നുള്ള എൻ്റെ ആദ്യത്തെ നോവൽ സിനിമയാവുക. അതുവഴിയാണ് സിനിമ വന്നത്. പി സുബ്രഹ്മണ്യം മുതലാളി അത് സിനിമയാക്കാൻ ശ്രമിച്ചാൽ ആദ്യം സിനിമ വന്നത്. പക്ഷെ അത് നടന്നില്ല. പിന്നെ എൻ്റെ ഗുരുനാഥ ഭാസ്കരൻ മാസ്റ്റർ അത് അദ്ദേഹത്തെ മഹാമനസ്കർ, കാരണം തൻ്റെ എതിരാളിയായി പറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ നോവലെടുത്ത് സിനിമയാക്കുക. അദ്ദേഹം വലിയ മഹാമനസ്കനായിരുന്നു. അപ്പോൾ അദ്ദേഹം കാക്കത്തമ്പുരാട്ടി സിനിമയാക്കുന്നു, റെക്കോർഡിങ്. ഭാസ്കരൻ മാസ്റ്റർ ഞാനും പാട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യുക. രാഘവ മാസ്റ്ററാണ് മ്യൂസിക്, കെ രാഘവൻ. അപ്പോൾ യേശുദാസ് പാടുന്നു. പഞ്ചവർണ്ണ പൈങ്കിളികൾ ഭജന പാടി രാവിലെ ഡിവറ്റാണ് ഞാനും കൂടെ പാടുന്നത്. പഞ്ചവർണ്ണ പൈങ്കിളികൾ ഭജന പാടിയ രാവിൽ പാട്ടു കേട്ട് കാട്ടുപൂവിന് കരളു നൊന്ത രാവിൽ, ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് യേശുദാസിൻ്റെ ഒരു ടോപ്പ് ഹമ്മിങ് ഉണ്ട്. അപ്പോൾ ഒരു വാക്ക് തെറ്റിച്ചാണ് യേശു പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഘവ മാഷ് പറഞ്ഞു, തമ്പി പോയി പറഞ്ഞു കൊടുക്കേ, പിന്നെ തെറ്റുന്നു അവനെ പോയി പറഞ്ഞു കൊടുക്കുന്നു. രാഘവ മാഷ് പറഞ്ഞു. ഞാൻ അകത്ത് പോയി യേശു പറഞ്ഞു. യേശു കേട്ടു, പാടി, രണ്ടാമത് തെറ്റിച്ചു. രണ്ടാമത് പോയി പറഞ്ഞു. അപ്പോൾ യേശു ദേഷ്യപ്പെട്ടു. ഇയാൾ പറഞ്ഞില്ലേ ഞാൻ പാടിക്കോളാം. കാരണം ഉള്ളിൽ ഈ കല്യാണത്തിന് പോകുന്ന ടെൻഷനുണ്ട്, അന്ന് വൈകിട്ട് പോകണം. അപ്പോൾ പിന്നെയും തെറ്റിച്ചപ്പോൾ രാഘവ മാഷ്, തമ്പി അവിടെ പോയി നിൽക്കേ, അത് പോയിക്ക്, പിന്നെ തെറ്റാൻ പാടുന്നത്. ഞാൻ അകത്ത് പോയപ്പോൾ യേശു പേന കൊണ്ട് ഉണ്ടാക്കുന്ന പോലല്ല തൊണ്ട കൊണ്ട് ഉണ്ടാക്കുന്ന, അറിയാം, അത് പ്രയാസമാണ് യേശുവിനോട് പറഞ്ഞു. പേന കൊണ്ട് ഉണ്ടാക്കുന്ന പോലെയല്ല തൊണ്ട കൊണ്ട് ഉണ്ടാക്കുന്നത്, അത് കുറച്ച് പ്രയാസമാണ് എന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചെന്തോ പറഞ്ഞു, പക്ഷെ അത്ര ക്രൂരമായൊന്നും പറഞ്ഞില്ല. ഞാനെനിക്ക് പോന്നു, കാരണം എനിക്കറിയാമല്ലോ ഈ കല്യാണം. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ ലവ് മാരേജ് കഴിഞ്ഞു, ഏകദേശം 2 വർഷം കഴിഞ്ഞു. അപ്പോൾ യേശു ഭയങ്കര ദേഷ്യത്തിൽ അത് പോയി. കുറച്ച് കാലം ഞങ്ങൾ മിണ്ടായിരുന്നു തമ്മിൽ. ഞങ്ങൾ മിണ്ടായിരുന്നു കാരണം അത്ര മോശമായിട്ടാണ് എന്നോട് പറഞ്ഞത്. ഭയങ്കര സാധാരണ എന്നോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ യേശുദാസിനെ അറിയാൻ പേന കൊണ്ട് ഉണ്ടാക്കുന്നത് നിസ്സാര കാര്യമല്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും യേശുദാസ് ഇന്നത്തെ യേശുദാസ് ആയ എന്തുകൊണ്ടാണ് പി ഭാസ്കരൻ്റെയും വയലാറിൻ്റെയും, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല വിട്ടേനെ, വരികളുടെ ഗുണം പി ഭാസ്കരൻ്റെയും വയലാറിൻ്റെയും ഇപ്പോൾ താമസവൻ്റെയും വരുവാൻ കരയുന്നു പുഴ ചിരിക്കുന്നു, 1000 ഭാഷ കഴിഞ്ഞ് ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, അല്ലേ? എത്ര പാട്ടുകളാണ്. ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ ശകുന്തള വയലാറിൻ്റെയും പി ഭാസ്കരൻ്റെയും പാട്ടുകളിലൂടെ അല്ലേ യേശുദാസ് ആയത്. ആ പാട്ട് കൂടെ വേണ്ടേ? യേശുദാസ് എത്ര വലിയ ഗായകനായാലും അദ്ദേഹം മനോഹരമായി തോടി പാടും. പക്ഷെ തോടി രാഗം, ആലാപനം, ആകാരം പാടിക്കൊണ്ടിരുന്ന എത്ര പേര് കേട്ടുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ വരികൾ എന്ന് മാത്രമല്ല, ജനങ്ങൾ ചോദിക്കുന്നത് 1000 ഭാഷകൾ പാടണമെന്നല്ലേ വിളിച്ചു പറയുന്നത്, ഹൃദയ സരസിലെ പാടണമെന്നല്ലേ വിളിച്ചു പറയുന്നത്. അപ്പോൾ വരികൾക്ക് വാല്യൂ ഉണ്ടെന്നുള്ള യേശുവിനെ അറിയാം. നമുക്ക് ഹൃദയ സരസിലേക്ക് വരാം. അപ്പം അങ്ങനെ പറഞ്ഞു, അങ്ങയുടെയും ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ പാട്ടാണെന്ന് പറഞ്ഞല്ലോ. അതും തുടക്കകാലമാണ്. എങ്ങനെയാണ് ആ വരികൾ, ആ പാട്ട് രൂപപ്പെടുന്ന ഒരു കാലം? യേശുദാസും ക്ലിക്കായി നിൽക്കുന്ന സമയം അദ്ദേഹത്തെ മനസ്സിൽ കണ്ട് തന്നെ ഈ പാട്ട് എഴുതുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ അന്ന് അങ്ങയുടെ ആ ബ്രേക്ക് ത്രൂ ആണെന്ന് തോന്നിയിരുന്നു ആ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ? ഇല്ല, ഇത് ഹൃദയ സഹസ്രേ വരുമ്പോഴത്തേക്കും ചിത്രമേള വന്നു കഴിഞ്ഞു.
8 പാട്ടുകളുടെ 8 പാട്ടുകൾ. അപ്പോൾ ഈ 8 പാട്ടുകൾ വന്നപ്പോഴേ അന്നത്തെ ക്യാമ്പസിൻ്റെ ലഹരിയായി മാറി ആ പാട്ടുകൾ. അപ്പോൾ അന്നത്തെ ആ ചെറുപ്പക്കാരെ ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ആരാധകർ അല്ലേ. അന്ന് കോളേജിൽ പഠിച്ചിരുന്ന ആ വിഭാഗം അവരിന്ന് മധ്യവയസ്കരായി, അവരായിരുന്നു ശരിക്കുള്ള ആരാധകർ. അപ്പോൾ ഞാനും ചെറുപ്പമല്ലേ. അപ്പോൾ എൻ്റെ ചെറുപ്പം ഒരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ എന്തുപറ്റും, ഞാൻ മദ്രാസിൽ സ്ഥിരതാമസമായിരുന്നു, ഇവിടെ ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ജനങ്ങളുമായി ഇടപെടാൻ കഴിഞ്ഞു. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ പഴയ പാട്ടുകൾ പലതും വയലാറിനെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാനില്ലായിരുന്നു ഇവിടെ, എനിക്ക് തിരുത്താൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനന്ന് സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ വരുന്നില്ല, വളരെ അപൂർവമായിട്ടേ കേരളത്തിൽ വരുള്ളൂ. പിന്നെ പ്രൊഡ്യൂസർ ആയതിനു ശേഷവും ഞാൻ പ്രൊഡക്ഷനിൽ അന്ന് പ്രൊഡക്ഷൻ മുഴുവൻ ചെന്നൈയിലല്ലേ. അന്ന് 4 ഭാഷകളിലെ തെന്നിന്ത്യൻ ഭാഷകളിലെ ചെന്നൈയിലാണ്. അപ്പോൾ എല്ലാവരും അന്ന് ഡോക്ടർ രാജ്കുമാറും കന്നഡത്തിലും എൻ ടി രാമറാവ് നായകനും ഒക്കെ മദ്രാസിൽ ഒന്ന് ഷൂട്ട് ചെയ്യണം, ആ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എന്നാലും ഹൃദയത്തിൽ പ്രണയപുരുഷനെ പാടി ശരിക്കും നമ്മുടെ ആഭേരി രാഗം എന്ന് മലയാളത്തിൽ പറയുന്നെങ്കിൽ ബീംബ്ലാസ് പറഞ്ഞ ഹിന്ദി ടച്ചാണ്, ഹിന്ദി രാഗമാണ്, ആഭേരിയുടെ സ്റ്റൈലാണ്, അതാണ്. അത് ബീംബ്ലാസ് രാഗമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ അവിടെ ഉണ്ടായിരുന്ന എം കൃഷ്ണൻ നായർ സാറ് ഡയറക്ടർ, പാടുന്ന ഡയറക്ടറാണ്, അവരെല്ലാവരും വളരെ എന്നെ അഭിനന്ദിച്ചു. നന്നായിരിക്കുന്നു തമ്പി, നന്നായി എഴുതിയിട്ടുണ്ട് കേട്ടോ, നല്ല പാട്ടാണ് ഇത്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്നെല്ലാവരും പറഞ്ഞു. എന്നാലും ഇതുപോലെ ഹിറ്റാകുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം എനിക്ക് അന്ന് ഒന്നാമത്തെ കഴിഞ്ഞാൽ ബിഗിനറാണ്. എനിക്കെപ്പോഴും എൻ്റെ മുമ്പിൽ 2 മഹാശയന്മാർ നിൽക്കുന്നുണ്ട്, വി ഭാസ്കരനും വയലാറും. ONV എന്ന് അധികം എഴുതുന്നില്ല, ONV ബാലമുരളി എന്നുള്ള പേര് വല്ലപ്പോഴും എഴുതുന്നുള്ളൂ. ഇവർ 2 പേരാണ് നാടകരംഗത്താണ് ONV അന്ന് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ വി ഭാസ്കരനും വയലാറും ഇങ്ങനെ 2 പേര് അവരുടെ പാട്ടുകൾ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ മത്സരിക്കുന്നത് എന്നുള്ള ചിന്ത എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു ബോധമുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് വെരി കെയർഫുൾ. ഓരോ വാക്കിലും പുതിയ വാക്കുകൾ എങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ പുതിയ വാക്കുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ അനുകൻ എന്ന വാക്ക് ആരും ഉപയോഗിച്ചിട്ട് ഇവർ ഉപയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കണം. ഞാനങ്ങനെ വെറുതെ അല്ല ഞാൻ വന്നത്. വി ഭാസ്കറിൻ്റെ വയലാറിൻ്റെ പാട്ടുകളിൽ വരാത്ത പുതിയ പദങ്ങൾ വരണം. അപ്പോൾ മനോഹരത്തിലൂടെ അനുകൻ എന്നുവെച്ചാൽ കാമുകൻ അർത്ഥം. ഇവിടെ ഈ ഇന്നത്തെ പിള്ളേർക്ക് മലയാളം അറിഞ്ഞുകൂടല്ലേ, പല പാട്ടുകൾ അനുജൻ എന്ന് പാടിക്കളെ. അപ്പോൾ അനുജൻ ചേച്ചിയെ പ്രേമിക്കുന്നത് അനുകൻ എന്ന് പറഞ്ഞാൽ അനുജൻ്റെ വരുന്നവരുണ്ട്. അപ്പോൾ അനുകൻ. അതുപോലെ ഇപ്പോൾ ദേവവാഹിനി തീരഭൂമി എന്നൊരു പാട്ടുണ്ട്. അതിനകത്ത് പുളക പുതുമലർ തോരണം ചാർത്തിയ പുരുഷവാഹനത്തിൽ, ഈ പുരുഷവാഹനം ആരും തൊടാത്ത വാക്കാണ്. പുരുഷവാഹനത്തെ പല്ലക്കെന്ന അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു, കാരണം എനിക്കൊരു വലിയൊരു എഴുത്തിൽ എൻ്റെ അല്പം ഒരു ക്ലാസിക് ടച്ച് വരുന്നുണ്ട്. അതിന് കാരണം എൻ്റെ അമ്മ എന്നെ ഉറക്കിയിട്ടുള്ളത്, എന്നെയല്ല ഞങ്ങൾ മക്കളെ ഉറക്കിയിട്ടുള്ളത് സാധാരണ താരട്ടോടെ കഥകളി പദങ്ങൾ പാടുക. അപ്പോൾ ഞാൻ ജനിച്ച മുതൽ എൻ്റെ കാതിൽ വീണത് അതിമനോഹരങ്ങളായ കഥകളി പദങ്ങളാണ്. ഇപ്പോൾ ഉണ്ണായി വാര്യരുടെയും ഇരേമൻ തമ്പിയുടെയും കൊട്ടാരക്കര തമ്പുരാൻ്റെയും അങ്ങനെ അവരുടെയൊക്കെ അടിസ്ഥാന. അപ്പോൾ അത് ഇപ്പോൾ ലോകാധിപകാന്ത എന്നുള്ള പാട്ടൊക്കെ ഇരേമൻ തമ്പിയുടെ വരികൾ, പാർത്ഥിവേന്ദ്ര ഞാനിവിടെ നിന്നു, അത് നമ്മൾ താരാട്ട് പാടുന്നത്. പാർത്ഥിവേന്ദ്ര ഞാനിവിടെ നിന്നും തിരിച്ചു വേഗം പാർത്തലം തന്നിൽ സ്വൈരമിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ അത് എൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാതുകൾക്ക് വന്ന് വീണത് ഈ കഥകളി പദങ്ങളും അതുപോലെയുള്ള തിരുവാതിരപ്പാട്ടുകളും, അളിവേണ്ടി എന്ത് ചെയ്യൂ, സ്വാതിനാളിൻ്റെ പദങ്ങൾ, ഗിരിമൻ്റെ മകൾ കുഞ്ഞുകുട്ടി കഴിഞ്ഞ പദങ്ങൾ, ഇതൊക്കെ എൻ്റെ ഒരുപക്ഷെ ഗാനരചിതാവായി മാറാൻ, ആ നല്ല പദങ്ങൾ തിരഞ്ഞെടുക്കാൻ അതൊക്കെ ഒരു കാരണമായിരിക്കാം. അതെന്നിലുണ്ടായിരുന്നു, എന്നിൽ ലയിച്ചു ചേർന്നുള്ളതാണ്, അല്ല ഞാൻ പിന്നെ കണ്ടുപിടിക്കായിരുന്നില്ല. മറ്റൊരു പാട്ട് ഇപ്പോൾ അകലെ അകലെ നീല, അത് കാലങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമയിൽ ഉപയോഗിക്കപ്പെട്ട പാട്ടാണ്, അപ്പോഴും ഹിറ്റാണ്. അപ്പോൾ ആ ഒരു തലമുറ വ്യത്യാസങ്ങൾ വരുന്ന സമയത്തും അപ്പോഴത്തെ യുവജനങ്ങൾക്കും അപ്പോഴത്തെ പ്രേക്ഷകർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ തന്നെയാണ് ഇരുവരിൽ നിന്നും ഉണ്ടായത്. നമ്മുടെ തലമുറകളിൽ യേശുദാസിൻ്റെ പല പാട്ടുകളും പാടിയിട്ടുള്ള പല പാട്ടുകളും ഈ തലമുറകൾ താണ്ടി പോകുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൂടെ അത്. യേശുദാസിൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, യേശുദാസിനെ സ്ഥിരമായി പ്രഭാഷണത്തിൽ പറയാറുണ്ട്, യേശുവിൻ്റെ ഭാഗ്യം യേശുദാസിൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള എഴുത്തുകാരെ കിട്ടിയെന്നുള്ളതാണ്. ശരി. ഇന്നിപ്പോൾ ഒരു പുതിയ ഗായകൻ, ഒരു പുതിയ യേശുദാസ് വന്നാലും അവരാരും ഇല്ലല്ലോ, അതല്ലേ, അത് വലിയൊരു പ്രശ്നമാണ്. വരികളുമില്ല, സംഗീതവും. അതെ,
പിന്നെ വേറൊന്ന് വെച്ചാൽ അന്നത്തെ സംഗീത സംവിധായകർ അന്ന് ടെക്നോളജി ഇല്ല, ടെക്നോളജിയുടെ സപ്പോർട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ ട്രാക്കിലും ഡബിൾ ട്രാക്കിലും റെക്കോർഡ് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ടെക്നോളജി ശബ്ദം തന്നെ ആണ് സപ്പോർട്ട്. ശബ്ദം നന്നായാലേ പാട്ട് നന്നാവുള്ളൂ. അപ്പോൾ അല്ല ഇപ്പം എൻ്റെ ഈ പാട്ടൊക്കെ ഹൃദയസഹസ്ര പ്രണയപുഷ്പമേ എന്നുള്ള പാട്ട് 2 മണിക്കൂർ കൊണ്ട് ഒരു മുറിക്കകത്ത് ചിത്രീകരിച്ചതാണ്. ഒരു മുറി സെറ്റ് സ്റ്റുഡിയോയ്ക്കകത്ത് ഒരു മുറി ഇട്ടിരിക്കുന്നു. ആ മുറിക്കകത്ത് നിന്ന് യേശുദാസ് അല്ല മറ്റേ പ്രേംനസീർ പടം വരയ്ക്കുന്നു, ഷീല പിന്നിൽ നിൽക്കുന്നു, 2 പേരും മാത്രം ഒരു മുറി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പാട്ട് നിലനിൽക്കുന്നു. ഇന്നങ്ങനെയാണോ? ഇന്നിപ്പോൾ താളമേളങ്ങൾ ടെക്നോളജിയുടെ നമുക്ക് വരികളൊന്നും എന്നത് കേൾക്കാൻ പോലും വയ്യ, ബഹളം കൊണ്ട് അല്ലേ, ഓർക്കസ്ട്രയുടെ ബഹളം. അവസാനം കുറേ കഴിക്കുന്നു, ഉടനെ ഡ്രസ്സ് മാറുന്നു, ഉടനെ വിവിധ ലൊക്കേഷൻസ് വരുന്നു. ഇന്ന് നിറഞ്ഞ കളിയല്ലേ, കളർഫുള്ളല്ലേ, ഹൈലി കളർഫുള്ളല്ലേ. അന്ന് ഞങ്ങളുടെയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റല്ല വരുന്നത്. ഇത് കളർഫുള്ളായിട്ട് പല പല സ്ഥലങ്ങൾ, അങ്ങനെ 10-12 ലൊക്കേഷനിൽ പോകുന്നു ഒരു പാട്ട് എടുക്കാൻ. അപ്പോൾ എന്നിട്ട് ആ പാട്ടുകൾ നിൽക്കുന്നില്ല. ഒരു ഒറ്റ മുറിക്കകത്തെടുത്ത പാട്ട് ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് ക്വാളിറ്റി ആണ് പ്രധാനം. സാറിനൊരു ഈ ഒരു ജനറേഷൻ ഷിഫ്റ്റ് തോന്നിയ സമയം ഏതാണ്? ഇപ്പോൾ യുവജനോത്സവം വരുമ്പോഴേക്കും കുറേ കാലങ്ങൾ പിന്നിട്ടില്ലേ, അപ്പോഴത്തെ ഒരു തലമുറയും കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തെ യേശുദാസിൻ്റെ ഒരു ഗാനാലാപന രീതിയിലും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളൊരു സമയമുണ്ടോ അങ്ങയുടെ ഓർമ്മയിൽ? യേശുദാസിന് ഏത് പാട്ടും പാടാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഹൃദയസഹസ്രേ പ്രണയപുഷ്പമേ എന്ന പാട്ടും ഇലഞ്ഞിപ്പൂക്കുണ ഒഴിവ് വരുന്ന പാട്ടും ഇന്നും എൻ്റെ കണ്ണുനീർ നിന്നോർമ്മ പുഞ്ചിരിച്ചു എന്ന പാട്ട് എല്ലാം എൻ്റെ പാട്ടുകളാണ്. ഈ പാട്ടുകളൊക്കെ പാടിയ ആൾ തന്നെയാണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപ്പായസം പോലൊരു പെണ്ണ് എന്ന് പാടിയത്. അത് പാടുമ്പോൾ നല്ല ഹ്യൂമറിൽ പാടും യേശു ആ പാട്ട്. അല്ലേ, ചന്തമുള്ളൊരു പെൺമണി എന്തിനെന്നെ ചതിച്ചു നീ, അത് യേശുദാസ് പാടിയിരിക്കുന്നത്. അപ്പോൾ യേശുദാസിനെ അപ്പോൾ ചില നിരൂപന്മാർ പറയുന്നത് ഇതൊക്കെ എന്തിനു യേശുദാസ് പാടി, അതെങ്കിലും വേറെ പാട്ടുകാർക്ക് കൊടുത്തുകൂടെ. അത് അവർ യേശുദാസാണ് കൊടുക്കുന്നത്, നിർമ്മാതാക്കളെ സംവിധാനം കൊടുക്കുന്നത്. യേശുദാസ് വന്ന് ഞാനിത് പാടത്തില്ലെന്ന് പറഞ്ഞില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടുള്ള ഒരു സ്നേഹം കാരണം ഏത് പാട്ട് കൊടുത്താലും പാടുമായിരുന്നു ആദ്യകാലത്ത്. ഇല്ല ഞാൻ ഈ പാട്ട് പാടത്തില്ല, ഞാൻ ഹൃദയമുള്ള പാട്ടേ പാടൂ എന്ന് പറഞ്ഞില്ല അദ്ദേഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഏതു തരം പാട്ടുകളും പാടാൻ പറ്റും, ഹ്യൂമർ പാടാൻ പറ്റും. നല്ല ഫിലോസഫിക്കൽ പാട്ട് പാടുമ്പോൾ അത് വേറൊരു തരത്തിലായിരിക്കും പാടുന്നത്. പിന്നെ അത് എന്തെല്ലാം പറഞ്ഞാൽ യേശുദാസിൻ്റെ ശബ്ദത്തിന് മധുരം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഇപ്പോൾ പി ഭാസ്കരൻ അവാർഡ് ഈ കൊടുങ്ങല്ലൂരിൽ പി ഭാസ്കരൻ മാസ്റ്ററുടെ സ്വന്തം നാട്ടിൽ കൊടുങ്ങല്ലൂരിൽ ഒരു പി ഭാസ്കരൻ ഫൗണ്ടേഷനുണ്ട്. ഞാൻ എൻ്റെ പേട്രണാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഭാസ്കരൻ മാസ്റ്റർ ശിഷ്യനായിട്ടാണ് എന്നെ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പേട്രനാകാൻ സമ്മതിച്ചു. കൊടുങ്ങല്ലൂരാണ് എല്ലാ വർഷവും നമ്മളൊരു അവാർഡ് കൊടുക്കും, പി ഭാസ്കരൻ അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് യേശുദാസിന് കൊടുത്തത് ഞാനാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാചകം എന്താണെന്ന് പറഞ്ഞത് ഇതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്ക് ധാരാളം പാട്ടുകാരുണ്ട്, ഒരുപാട് പാട്ടുകാരുണ്ട്. എന്താണ് യേശുദാസിന് വ്യത്യാസം വെച്ചാൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. യേശുദാസിൻ്റെ കണ്ഠത്തിൽ ദൈവം തൊട്ടു. മറ്റ് മനോഹരമായ അനവധി നാദങ്ങൾ നമുക്കുണ്ട്, അനവധി നാദങ്ങൾ. ജയചന്ദ്രൻ ഒന്നാം തരം പാട്ടുകാരനാണ്. ബ്രഹ്മാനന്ദനും ഈ മെലഡീസ് താഴെ പാടുന്നതിൽ ഇപ്പം നീലനിശീഥിനിയും പിന്നെ നമ്മുടെ എന്താണ് താരകരൂപിണി ഒക്കെ അതിമനോഹരമായിട്ട് പാടിയില്ലേ. അവർക്കെല്ലാം അത് ജയചന്ദ്രൻ എത്രയോ സൂപ്പർ ഹിറ്റുകൾ പാടിയിട്ടുണ്ട്. ഒന്നാം തരം ഭാവമുള്ള പാട്ടുകാരൻ ജയചന്ദ്രൻ, അത് നിഷേധിക്കാൻ ഒക്കെയില്ല. പക്ഷേ എല്ലാ പാട്ടുകാരിൽ നിന്നും യേശുദാസിനുള്ള വ്യത്യസ്തത വെച്ചാൽ ഒരു ഈശ്വര സ്പർശമുണ്ട് ശബ്ദത്തിന്. അതെങ്ങനെയെന്ന് നമുക്ക് നമുക്ക് വിവരിക്കാൻ പറ്റില്ല, അത് അനുഭവമാണ്. യേശുദാസിൻ്റെ പാട്ട് അനുഭവിച്ചറിയേണ്ടതാണ്. അതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിനെക്കുറിച്ച് ഉപന്യാസം എഴുതാനോ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ യേശുദാസിൻ്റെ ഒരു പല കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങളല്ല. ആദ്യകാലത്ത് ചില സമയത്ത് പാടിയ ചിത്രമേള അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം ഏതാണ്? ചിത്രമേള 67 ചിത്രമേള. അതെല്ലാം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു 70കളിലാണ് ശരിക്കും ഒരു യൗവന വളരെ നല്ലൊരു പൂർണ്ണ പക്വതയുള്ള ഒരു ശബ്ദം വന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായം അനിശ്ചിതമായൊരു സത്യമല്ലേ പ്രായം. എന്നാലും ആ പ്രായം ഇപ്പം യേശുദാസിന് കച്ചേരി കേട്ടാൽ 81 വയസ്സുള്ള ആൾ പാടുകയെന്ന് തോന്നുന്നില്ല, ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ യൗവനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സ്വാഭാവികം യേശുദാസ് തന്നെ പറയും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന പടത്തിലും എൻ്റെ പ്രൊഡക്ഷനാണ്.
അമ്മയ്ക്കൊരു ധാരാളം ഏറ്റവും ഒരു കൂടി ഞാൻ പടം ഓടിയില്ല. മധു ശാരദയായിരുന്നു. വാർദ്ധക്യം ആയതുകൊണ്ടാരും ചെറുപ്പക്കാരായിരുന്നു തിയേറ്റർ വന്നില്ല, അതുകൊണ്ട് ഓടിയില്ല. അപ്പോൾ അത് വാർദ്ധക്യത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഈ രണ്ട് പടത്തിൽ ഞാൻ തന്നെ സംഗീതം ചെയ്തത്. ബന്ധുക്ഷത്രകളിലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ തന്നെ സംഗീതം ചെയ്തത്. അപ്പോൾ ഞാനാണ് പാട്ട് പറഞ്ഞു കൊടുക്കുന്നത്, മ്യൂസിക് ഡയറക്ടർ ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ യേശുദാസ് പാടി, ബന്ധുവാരെ ശത്രുവാരെ പാടുന്നു, ചുംബനപ്പൂ കൊണ്ട് മൂടി, എൻ്റെ തമ്പുരാട്ടി എന്നെ ഓർക്കുക, അതൊക്കെ പാടുന്ന സമയത്ത് പിന്നെ ഞാൻ ടേക്ക് ഓക്കെയാണ് യേശു എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ല തമ്പി എന്ന് പറയും. അതാണ് യേശു. ഉദാഹരണം ഇപ്പോൾ ചുംബനപ്പൂ കൊണ്ട് മൂടി എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞ് ഓക്കെ ശരി ഓക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ റെക്കോർഡിസ്റ്റ് സൗണ്ട് ചെയ്ത് പറഞ്ഞു കുഴപ്പമില്ല, ഈ ടേക്ക് ഓക്കെയാണ്. ഞാൻ യേശു ഓക്കെയാണ്, ഓക്കെ അല്ല തമ്പി ഒന്നുകൂടെ പാടണം. അത് ചെറിയ പ്രശ്നങ്ങൾ, അത് എനിക്കറിയാവുന്ന പ്രശ്നങ്ങളാണ്, ഞാൻ പാടിക്കോളാം. വീണ്ടും പാടി. അമ്മക്കൊരു താരാട്ടിലും ഇതുപോലെ ഒരു പാട്ട് പാടി കഴിഞ്ഞ് ഞാൻ ഓക്കെ പറഞ്ഞു. ആ പാട്ട് ഓർമ്മയുണ്ട്, അത് എനിക്കറിയാം. ഇത് അത് ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി, ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി, ഇന്ദ്രനീല നിറം കവർന്നു വളർന്നു വർഷവനം, അമ്പരം നിറമാലയായി പുതു കവിത എഴുതുകയായി, ആശ തൻ മറുരൂപമാം മഴവിൽ തെളിയുകയായി, ആർദ്രമോൽ നിന്നോർമ്മകൾ പെയ്യുകയായി. ഇത് വളരെ പ്രയാസമുള്ളൊരു പാട്ടാണ്. പക്ഷേ ഈ പാട്ട് പാടിയപ്പോൾ ഇപ്പോൾ ആശ തൻ മറുരൂപമാം മഴവില്ലു തെളിയുകയായി, ആദ്യ പോലെ മഴയുടെ ആദ്യ ബിന്ദുക്കൾ പോലെ നിൻ്റെ ഓർമ്മ പെയ്യുകയായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ അവിടെ ആശതൻ മറുരൂപമാ മഴവില്ല് തെളിയുകയായി എന്നുള്ളത് വീണ്ടും പാടുന്ന യേശു പറഞ്ഞു. അപ്പം എനിക്ക് പോലും കണ്ടുപിടിക്കാനാവാത്ത കുറവ് യേശുവിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന എൻ്റെ ശബ്ദത്തിൽ. അപ്പോൾ അതുകൊണ്ട് യേശുദാസ് പെട്ടെന്ന് പിണങ്ങിപ്പോയി. ചില സംഭവങ്ങളുണ്ട്. എനിക്കും യേശുദാസിനും ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഭരിക്കാൻ പറ്റരുത്. പക്ഷേ ഉദാഹരണം പ്രശസ്തനായൊരു സംഗീത സംവിധായകൻ്റെ, അദ്ദേഹം മരിച്ചുപോയി, വളരെ പ്രശസ്തനായ സംഗീത സംവിധാനം, ധാരാളം ഹിറ്റുകൾ നൽകിയ സംഗീത സംവിധാനയുടെ കാരണം തടിച്ചു യേശുദാസ്. കാരണം അത് യേശുദാസ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞപ്പോൾ വെറുതെ അല്ലല്ലോ, പുളുങ്കുരു വരെ കാശ് എണ്ണി തരുന്നില്ലെന്ന് ചോദിച്ചു. ഒറ്റ അടി കൊടുത്തു. പിന്നെയും ആ സംഗീത സമയം അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചു. അതപ്പോഴത്തെ ഒരു ഇതായിട്ട് മാത്രം കണ്ടത്. അതെ. അപ്പം ഞാനും അങ്ങനെ പല സമയത്ത് ഒരു ബിഗിനിങ് ഡേയ്സ്, എൻ്റെ ബിഗിനിങ് ഡേയ്സ് 68, ഞാൻ 66 വന്നത്, 2 വർഷമായിട്ടുള്ളൂ. കെ പി കൊട്ടാരക്കര ആദ്യത്തെ പറഞ്ഞ് എന്നെ ആദ്യം വിളിക്കുക അദ്ദേഹം. കാരണം ഈ ഹൃദയ സദസ്സിലേക്ക് ഇറങ്ങിയ കാലം അത് കണ്ടപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു. തമ്പി പടം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോകുന്നു. BA ചിദംബരനാഥാണ് സംഗീത സംവിധായകൻ. ഈ കരയൊന്നും ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ചെയ്ത ആളാണ്, അദ്ദേഹമാണ്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ശശികുമാർ സാർ അന്നത്തെ ഹിറ്റ് മേക്കറാണ്. എല്ലാ പടം ശശികുമാർ സാർ പിണക്കിയാൽ നമുക്ക് ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോയി ശശികുമാർ സാറിന്. അപ്പോൾ ശശികുമാർ സാറിനോട് പറഞ്ഞു, അദ്ദേഹം ഈ ആക്ഷൻ പടം എടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആക്ഷൻ പടം ഓടണമെന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് പക്ഷേ നല്ല ടെക്നീഷ്യനാണ് കേട്ടോ. കാരണം എത്ര പെട്ടെന്നാണ് എടുക്കുന്നറിയോ ഷോർട്സുകൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു, തമ്പി ഈ ശീല നടന്നു പോകുന്നു, പുറകെ നസീർ ഈ പശുവിനെ കെട്ടുന്ന കയറ് കൊണ്ടുവന്ന് ശീല കാലിൽ കുരുക്കിട്ട് ശീല വീഴ്ത്തുന്നു. അപ്പോൾ പല വരുന്നു. 4 ചോകൾ
ഗാന്ധിതാവിൻ്റെ സിറ്റുവേഷൻ, അതായത് നായികയുടെ കാലിൽ കുരുക്കിട്ട് വീഴ്ത്തുന്നു. അപ്പോൾ വരണം. നായിക കമണ്ടടിച്ച് വീഴുമ്പോൾ നായകൻ പാടി തുടങ്ങും. അപ്പോൾ ആ വീഴ്ചയുമായിട്ട് ചേരുന്ന പല്ലവി വരണം. അപ്പോൾ ഞാൻ വളരെ ആലോചിച്ചിട്ട്, തൊട്ടാൽ വീഴുന്ന പ്രായം പെണ്ണിനെ കെട്ടാൻ പറ്റിയ പ്രായം എഴുതി. നമ്മൾ ആ ലെവലിലേക്ക് വരണമല്ലോ. അവിടെ ഹൃദയസത്തിൽ പ്രണയപുഷ്പം എഴുതാൻ പറ്റില്ല, ചന്ദ്രകാന്തം എഴുതാൻ പറ്റില്ല. അപ്പോൾ തൊട്ടാൽ വീഴുന്ന പ്രായം പെണ്ണിനെ കെട്ടാൻ പറ്റിയ പ്രായം എഴുതി. അപ്പോൾ അത് അപ്രൂവ് ചെയ്തു. കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, ആരും വലിയ ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടി ഇതേ ആശയത്തിൽ വേറെ ലൈൻ വരണം. അപ്പം ഞാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് അച്ഛൻ 28 വയസ്സുള്ളപ്പോൾ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ്, വേറെ ആരെങ്കിലും വിളിക്കുക. നിങ്ങൾ ഷോർട്ട് പറഞ്ഞിട്ട് എന്നോട് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ എഴുതുന്നത് നിങ്ങൾ ഷോർട്ടാക്കണം. എൻ്റെ പാട്ടുകൾ കേട്ടിട്ട് നിങ്ങൾ ഷോർട്ട് ഡിവൈഡ് ചെയ്യണം. ഇത് മലയാളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ് മേക്കറായി പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ പാട്ടിയോട് വെച്ചിട്ട് കൊട്ടാരം ചേട്ടാ ഐ എം സോറി, കീപ്പ് കൊട്ടാരം, ഐ എം സോറി, ഞാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി പോയി. പക്ഷേ രാത്രി 11 മണിക്ക് ശശികുമാർ സാറിനെ വിളിക്കുന്നു. കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. കുഞ്ഞേ തമ്പി, ഞാൻ പറഞ്ഞത് ഞാൻ ആ ഷോട്ട് പറഞ്ഞപ്പോൾ തൊട്ടാൻ വീഴുന്ന പ്രായം നിന്നെ കെട്ടാൻ പറ്റിയ പ്രായം എഴുതിയില്ലേ? നിങ്ങൾക്ക് എഴുതാൻ കഴിയും, എങ്ങനെ പിണങ്ങരുത്. എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ പെരുമാറ്റം. നിങ്ങൾ എന്തുകൊണ്ടാണ് പിണങ്ങിയത്? നിങ്ങളുടെ പാട്ടിനോടുള്ള സിൻസിയറിറ്റി കൊണ്ടല്ലേ? അല്ലേ? നിങ്ങളുടെ പാട്ട് നന്നാവണമെന്ന് ആഗ്രഹം കൊണ്ടല്ലേ? നാളെ രാവിലെ 10 മണിക്ക് വരണം കേട്ടോ, ഞാനും വരാം, നമുക്ക് എഴുതണം. അങ്ങനെ വർക്ക് ചെയ്തു. പിന്നീട് സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിച്ച ഡയറക്ടർ ശശികുമാർ. ഏറ്റവും കൂടുതൽ എൻ്റെ 4 പടം ഞാൻ അദ്ദേഹത്തോട് സംവിധാനം ചെയ്യിച്ചു. ചട്ടമ്പി കല്യാണി, തുറുപ്പ് കുലാൻ, അക്ഷയപാത്രം, ജയിക്കാനെ ജനിച്ചവൻ. ഞാൻ പ്രൊഡ്യൂസർ 4 പടങ്ങൾ അദ്ദേഹത്തെ കൂടി സംവിധാനം ചെയ്തു. കാലം മാറ്റം. അതെ. അപ്പം ഞാൻ പറഞ്ഞത് ഈ സ്വഭാവം എനിക്കും യേശുവിനുണ്ട്. കാരണം ഞങ്ങൾ ഒരു യേശു ചില സമയത്ത്, ചില അപൂർവ സമയം അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അദ്ദേഹം ഒട്ടും പാടാൻ പറ്റിയ പാട്ടല്ല എന്ന് തോന്നിയാൽ അങ്ങനെ പല പാട്ടുകളും പാടാതെ യേശുദാസ് പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സംഗീതത്തോട് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും അതിനുള്ള ആരാധന കൊണ്ടാണ്. കാരണം നമ്മൾ ഇതിൽ കവിഞ്ഞ് പോകരുത്. പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൊണ്ട് ചെയ്തിട്ടുണ്ട്. കോംപ്രമൈസ് യേശുവും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചന്തമുള്ളൊരു പെൺമണി എന്തിനെ ചർച്ച നിന്ന് എഴുതിയതും പാടിയതും കോംപ്രമൈസ് അല്ലേ? അന്നത്തെ കാലത്ത് നിലനിൽപ്പിൻ്റെ കൂടെ ഭാഗമാണല്ലോ. നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് യേശുദാസിനെ കുറിച്ച് എന്ന് മാത്രമല്ല, എന്നെപ്പോലെ യേശുദാസെ പഠിച്ച മറ്റൊരാൾ മലയാള സിനിമ രംഗത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ സമപ്രായക്കാരാണ്, ഞങ്ങൾ വളരെ പിണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഒരു പ്രധാന കാര്യം കൂടെ യേശുദാസിനെ കുറിച്ച് പറയാൻ കഴിച്ചാൽ, എന്താ യേശുദാസ് എന്നോടുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ, യേശുദാസ് തരംഗിണി സ്ഥാപിച്ചതിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ഒരു ആൽബം, അതായത് യേശുദാസിൻ്റെ ആദ്യത്തെ സ്റ്റീരിയോ ആൽബം, അത് യേശുദാസ് എന്ന ഗായകൻ്റെ ശബ്ദം അതുവരെ മോണോയിലേക്ക് എത്തിയിരുന്നു ആദ്യമായി. അപ്പോൾ ഈ ചിത്രമേളയിലെ 8 പാട്ട് ഹിറ്റായപ്പോഴാണ്. അന്ന് ഓരോ ഗായകനും ഗായികയ്ക്കും സൈൻ ചെയ്യണം, അവരുടേതായ കമ്പനിയുണ്ട്. യേശുദാസ് HMVയും പി സുശീല കൊളംബിയയുമാണ്. ലീല ചേച്ചി കൊളംബിയയാണ്. യേശുദാസ് മാത്രമേ HMVയുടെ ധനമായിരുന്നു യേശുദാസ്. അപ്പോൾ HMVയുടെ യേശുദാസിൻ്റെ ബേസിക് റെക്കോർഡ്സ് HMVക്ക് പോകും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ചിത്രമേളയിൽ 8 പാട്ട് HMVക്ക് കിട്ടി, കാരണം യേശുദാസ് എല്ലാം പാടിയതുകൊണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ അപ്പോൾ ആ 8 പാട്ടും കേട്ടപ്പോഴാണ് ഗ്രാമഫോൺ കമ്പനിക്ക് യേശുദാസിൻ്റെ ശബ്ദം സെയിലബിളാണ് എന്ന് തിരിച്ചറിയുന്നത്. കാരണം അതുവരെ എന്താ പറഞ്ഞാൽ 500 ഡിസ്ക് മലയാളം അടിക്കൂ അത് ഗ്രാമഫോൺ കമ്പനി. കൊളംബിയ ആണെങ്കിലും ഗ്രാമഫോൺ കമ്പനി ആണെങ്കിലും, കൊളംബിയ എന്നറിയോ, ഹോളിവുഡിലെ കൊളംബിയ പിക്ചേഴ്സാണ്, അവർക്ക് ഓഡിയോ ഉണ്ട്. ആ കൊളംബിയ തന്നെയാണ്, അവർക്ക് ഓഡിയോ ഉണ്ട്. അത് AVM സ്റ്റുഡിയോ ആണ് മദ്രാസിലെ സൗത്തിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് AVM ആണ്, AVM സ്റ്റുഡിയോസ്. അപ്പോൾ അവർ ആ പാട്ട് അപ്പോൾ അവർ ചോദിച്ചാൽ എങ്ങനെ ഒരു ആൽബം സ്റ്റീരിയോയിൽ ശബ്ദം ഇറക്കണം. അതിന് മുമ്പ് എങ്ങനെ വെച്ചാൽ 500 ഡിസ്കേ ഉള്ളൂ, അതിൽ കൂടുതൽ മലയാളം വിൽക്കത്തില്ല. പുച്ഛമോ മലയാളത്തെ. ഈ ഗ്രാമഫോൺ കമ്പനിക്ക് മലയാള ഭാഷയുടെ പുച്ഛമാണ്. കാരണം തമിഴൊക്കെ ഒരുപാട് TM സൗന്ദരരാജൻ്റെ സുശീലയുടെ ശബ്ദം ഒരുപാട് വിൽക്കും, ഇവിടെ ഒന്നും വിൽക്കുകയില്ല. അത് മാറ്റിയത് യേശുദാസിൻ്റെ ശബ്ദമാണ്. അപ്പോൾ യേശുദാസോട് മലയാളിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, മലയാള ഭാഷയ്ക്കും മലയാള സിനിമയ്ക്കും ഒക്കെ. അത് നിഷേധിക്കാനൊക്കില്ല. കാരണം യേശുദാസിൻ്റെ ശബ്ദം വന്നപ്പോഴാണ് 500 അല്ല 5000 പോകും 10000 പോകുമെന്ന് വന്നത്. അത് സത്യമാണ്. അതിനു മുമ്പ് പി സുശീലൊക്കെ പാടിയിട്ടുണ്ട് മലയാളത്തിൽ, അത് മറക്കരുത്. അപ്പോൾ
അങ്ങനെയാണ് ഈ ഒരു അപ്പം ഇത് ആരെ കൊണ്ട് എഴുതിക്കും എന്ന് പറഞ്ഞപ്പോൾ അന്ന് വയലാർ ദേവരാജൻ ടീം, പി ഭാസ്കരൻ ബാബുരാജ് ടീം, ഇവരാണ് ഏറ്റവും ടോപ്പ്. അപ്പോൾ ഇവരിൽ ഇവർ മംഗവതി എന്നൊരാളാണ് മദ്രാസിലെ മാനേജർ. അദ്ദേഹം പറഞ്ഞു ഒന്നിലെ വയലാർ ദേവരാജൻ, അല്ലെങ്കിൽ പി ഭാസ്കരൻ ബാബുരാജ്, ഇവരാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് മാനിച്ച ഭാസ്കർ മേനോൻ എന്ന് പറഞ്ഞൊരു ഒരു ടിക്കറ്റിട്ടുണ്ട്, അദ്ദേഹം ഗ്രാഫോൺ കമ്പനി മെയിനാണ് കൽക്കട്ടയിൽ. അദ്ദേഹം പിന്നീട് അമേരിക്ക സെറ്റ് ചെയ്തു, അമേരിക്ക പോയി സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി. അപ്പോൾ ഇവിടെ അദ്ദേഹം ബുദ്ധിപൂർവ്വം പറഞ്ഞു, നമ്മളത് നോക്കണ്ട, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിറ്റ ഡിസ്ക് എന്ന് നോക്കും, ഏറ്റവും കൂടുതൽ വിറ്റ ഡിസ്ക് അതെടുത്ത് നോക്കിയപ്പോൾ ചന്ദ്രയാൻ ഏറ്റവും കൂടുതൽ വിറ്റത്. അങ്ങനെ എനിക്ക് സ്വാമിക്ക് ആ ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ തൊഴിലൊടൊരു തിമ്പുകളെ, കരുതിയിലെ കണ്ടുള്ള പെണ്ണെ, നിൻ്റെ വെളുപ്പ്, ഈ ലോകഗോളത്തിൽ ഒരു സ്ഥിരാസന്ധിയിൽ, അതൊക്കെ അതിനകത്തെ പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടുകൾ ഹിറ്റായത് കൂടിയായി. അപ്പോൾ യേശുദാസ് മനസ്സിലായി എൻ്റെ ശബ്ദം വിൽക്കും. അപ്പോൾ യേശുദാസ് തരംഗിണി തുടങ്ങാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ. ചിത്രമേളയിലെ പാട്ടുകളിലൂടെ HMVക്ക് മനസ്സിലായി യേശുദാസിൻ്റെ ശബ്ദം സൈലബിളാണ്. അപ്പോൾ യേശുദാസ് ഇത് കണ്ടമാനം വിറ്റു. അവരുടെ പാട് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴും പല പേരുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സരിഗമയാണ്, സരിഗമ എന്ന പേരിലാണ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് സ്വാമിക്ക് 500 രൂപ കിട്ടിയുള്ളൂ, 500 രൂപ വീതം എല്ലാത്തിനും കൂടെ. അപ്പോൾ അങ്ങനെ ആ പാട്ടുകൾ, അപ്പോൾ യേശുദാസ് തരംഗിണി തുടങ്ങി. അപ്പോൾ തരംഗിണി തുടങ്ങിയതിന് യേശുദാസിൻ്റെ ഒരു തീരുമാനം, എൻ്റെ ശബ്ദത്തിലുള്ള പാട്ടുകൾക്ക് മാത്രമേ ഞാൻ ബേസിക് റെക്കോർഡാക്കും, തരംഗിണിക്ക് തന്നാലേ ഞാൻ പാടും എന്നൊരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു. അവിടെ യേശുദാസ് ഒരു വ്യവസായിയായി മാറി. ഈ ഗായകൻ ആണെങ്കിലും വളർച്ചയുടെ ഭാഗങ്ങളാണല്ലോ. അപ്പോൾ വ്യവസായിയുടെ സ്വാഭാവികമാണ്, എൻ്റെ വ്യവസായം വളരണമെങ്കിൽ എൻ്റെ ശബ്ദം ഞാൻ വിൽക്കണം എന്ന് യേശു തിരിച്ചറിഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ പാട്ട് ഏറെ കാസറ്റുകൾക്ക്, അന്ന് കാസറ്റുകളുടെ കാലമാണ്, വേറെ കാസറ്റുകൾ യേശുദാസ് പാടത്തില്ല. അപ്പോൾ ദേവരാജ മാസ്റ്റർക്ക് ചിത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ദേവരാജ മാസ്റ്റർ ഒരു കമ്പനി തുടങ്ങാം, തരംഗിണി പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം, അദ്ദേഹത്തിൻ്റെ ശുദ്ധഹൃദയനാണ്, അദ്ദേഹം പെട്ടെന്ന് വേണമെങ്കിൽ ഞങ്ങൾ പണങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ ശുദ്ധഹൃദയനാണ് ദേവരാജ മാസ്റ്റർ. അപ്പോൾ ദേവരാജ മാസ്റ്റർ വിചാരിച്ചു, എൻ്റെ ഇത്രയും സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ഞാൻ സ്വന്തമായൊരു കമ്പനി തുടങ്ങിയാൽ എൻ്റെ ഡിസ്കുകൾ വിൽക്കുകയില്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തമായൊരു കമ്പനി തുടങ്ങി, ഒരു പണം മുടക്കി. യേശുദാസിനോട് പറഞ്ഞു, നീ പാടണം. യേശു പറഞ്ഞു, മാഷെ ഇങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്, ഞാൻ തരംഗിണിക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഞാൻ മാഷയ്ക്ക് വേണ്ടി പാടി, പിന്നെ എല്ലാവർക്കും വേണ്ടി പാടേണ്ടി വരും, അപ്പോൾ എൻ്റെ തരംഗിണി പൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞ സ്നേഹപൂർവ്വം പറഞ്ഞു. അങ്ങനെ പാടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവരാജ മാഷയ്ക്ക് യേശുദാസിനോട് പരിഭവമായി. യേശുദാസ് ദേശഭക്തി ഗാനങ്ങളാണ് അദ്ദേഹം ഇറക്കുന്നത്. ജയചന്ദ്രൻ പാടി, നല്ല പാട്ടുകളായിരുന്നു, ജയചന്ദ്രൻ പാടി. പക്ഷേ അതേ പിന്നീട് കമ്പനി തുറന്നില്ല. ആ ഒരു നീരസം എപ്പോഴും ദേവരാജ മാഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ബേസിക് കോൺസെപ്റ്റ് ഒരുപാട് എഴുതുന്നുണ്ട്. ഞാൻ 1000 സിനിമയ്ക്ക് വേണ്ടി 2000 പാട്ട്, അല്ലാതെ 1000-ലധികം പാട്ടുകളും വേറെ എഴുതിയിട്ടുണ്ട്. മറ്റേ ആകാശവാണിക്ക് വേണ്ടി, പല ആൽബങ്ങൾക്ക് വേണ്ടിയൊക്കെ, കാസറ്റുകൾക്ക് വേണ്ടിയൊക്കെ. അപ്പോൾ എനിക്കൊരു ഒരു കാസറ്റ്, നമ്മുടെ പുന്നപ്പുറയിലൊരു അമ്പലമുണ്ട്, പിന്നെ അറവുകാട്ട് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞു, വളരെ ചോറ്റാനിക്കൽ പോലൊക്കെ പ്രസ്തമന അമ്പലം, അറവുകാട്ട് ഭഗവതി. അവർക്ക് അമ്പലത്തിന് വേണ്ടി ഒരു കാസറ്റ് ഇറങ്ങണം. അപ്പോൾ അതിനൊരു പാട്ട് രവീന്ദ്രനാണ് മ്യൂസിക്, ഞാൻ രവീന്ദ്രനും ചേർന്ന മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉത്രാട പൂതില വിവാഹമൊക്കെ ഹിറ്റായ കാലമാണ്, തരംഗിണിയിൽ ഹിറ്റായത്. അപ്പോൾ ആ പാട്ട് അതിലൊരു പാട്ട്, താമസ രാജസ സാത്വിക ഭാവങ്ങൾ ചേർന്നലിയും രൂപം എന്ന് തുടങ്ങുന്നൊരു പാട്ട് ഞങ്ങൾ ട്യൂൺ ചെയ്ത് ഞാൻ എഴുതി. രവീന്ദ്രൻ മാഷ് ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഇതാര് പാടും സാർ, എന്ത് നല്ല പാട്ടാണ് ഇത്, അങ്ങേര് പാടണം, യേശുദാസ് പാടണം, അല്ലെങ്കിൽ ആര് പാടിയിട്ട് കാര്യമില്ല. രവീന്ദ്രൻ മാഷ് പറഞ്ഞു, രവീന്ദ്രൻ പറയുന്നു. അപ്പോൾ എനിക്ക് കുളത്തുപുഴ രവിവരെ അറിയാം, രവിയെ. അപ്പോൾ ഞാൻ രവിയോട് പറഞ്ഞു, രവി നടക്കാത്ത കാര്യമല്ലേ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും. തമ്പി സാറ് പറഞ്ഞു, തമ്പി സാറിനൊരു പ്രത്യേകത ഉണ്ട് അദ്ദേഹത്തിന്, എനിക്ക് സംസാരിക്കുന്നതൊക്കെ അറിയാം. ഞാൻ അയ്യോ പാടില്ല. ഞാൻ പറഞ്ഞു, ദേവരാജ മാഷ് വേണ്ടി പാടാൻ എനിക്ക് വേണ്ടി പാടും. ദേവരാജ മാഷ് വേണ്ടി പാടിയില്ലല്ലോ. അപ്പം ഞാൻ പോയി യേശുവിനെ കണ്ടു. നിങ്ങൾ ചെയ്യത്തില്ല എന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യത്തില്ല പറഞ്ഞ കാര്യമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പാട്ട് ഒന്ന് പാടി തരുമോ? അമ്പലത്തിൽ മാത്രമേ വിൽക്കൂ കാസറ്റ്, പുറം കടകളിൽ പോകില്ല. അപ്പം അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നോട് ചോദിച്ചത്, ഞാനിങ്ങനെ പാടത്തിൽ തമ്മിൽ അറിയില്ലേ? അറിയാം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, ഞാൻ ദേവരാജ മാഷിന് വേണ്ടി പാടിയില്ല, അറിയാമല്ലോ.
അറിയാം. പിന്നെ എന്ത് തമ്പി എൻ്റെ അടുത്ത് വന്നു? ഞാൻ പറഞ്ഞു യേശു ആയതുകൊണ്ട് ഞാൻ വന്നു. അപ്പം ഞാൻ പാടും. അപ്പോൾ അതാണ് ആ സ്നേഹം, സൗഹൃദം. അപ്പോൾ ആ പാട്ട് പാടി. ഞാൻ പ്രതിഫലം എത്ര വേണം ചോദിച്ചപ്പോൾ ചീത്ത വിളിച്ചു. പിന്നൊരു കാര്യം പറഞ്ഞു, ഞാൻ ഈ പാട്ട് പാടി, പക്ഷേ ഇത് കൃഷിയാക്കി കളയരുത്, സ്ഥിരമായിട്ട് ഇത് കൃഷിയാക്കി കളയരുതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചില വിട്ടുവീഴ്ചകൾ യേശു എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ ഒരുപാടുണ്ട്. ശ്രീകുമാരൻ തമ്പി എന്ന പ്രേക്ഷകർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം മലയാള സിനിമയുടെ കൂടെ നടന്നതാണ്. അദ്ദേഹമായാലും യേശുദാസിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് 100 വാക്കുകളാണ്. ഒരുപാട് സന്തോഷം യേശുദാസിൻ്റെ സംഗീതത്തിന്, അങ്ങയുടെ വാക്കുകൾക്ക്, അക്ഷരങ്ങൾക്കൊക്കെ മലയാളികളുടെ കൂടെ പേര് എൻ്റെ ഹൃദയത്തിൽ നിന്നുകൂടി നന്ദി. ഒരുപാട് സന്തോഷം. വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് യേശുദാസിൻ്റെ മുഖത്ത് നോക്കി യേശുദാസിനെ ഒരുപാട് പുകഴ്ത്താൻ പറ്റില്ല. അതെ, കാരണം അത് ശരിയാവില്ല. അപ്പോൾ എനിക്ക് യേശുദാസിനോട് പോലും പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന, നിധി പോലെ സൂക്ഷിക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. മാതൃഭൂമിക്ക് നന്ദി, നിങ്ങൾക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. സന്തോഷം.